ഹരി ഓം. ഹരി ഓം. ഹരി ഓം. നാരായണ. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സുപ്രഭാതം. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിതയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തുശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം. പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായസേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ
നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നാരായണ. ഹരി ഓം, ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. എല്ലാവർക്കും രാമായണ മാസാശംസകൾ. ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇത് ഭാഗവത ജ്ഞാനഗംഗ എടുക്കാൻ കാരണം കുറച്ചുകൂടെ പൂർത്തീകരിക്കാനുണ്ട്. നവമസ്കന്ധത്തിലെ 24-ാം അധ്യായം. അതും കൂടി പറഞ്ഞ് നവമസ്കന്ധം പൂർത്തീകരിച്ച് പിന്നെ നമുക്ക് ചിങ്ങമാസത്തിൽ ഭാഗവത ജ്ഞാനഗംഗ തുടരാം എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ആ ഒരു ബാക്കിയുള്ളത് അങ്ങോട്ട് പൂർത്തീകരിച്ചാൽ സമാധാനമായല്ലോ. ചിങ്ങമാസം 1-ാം തീയതി തൊട്ടേ ദശമസ്കന്ധം നമ്മൾ ആരംഭിക്കുന്നുള്ളൂ. അപ്പം അതുവരെ എല്ലാവർക്കും പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. കർക്കിടക മാസം മറ്റ് പാരായണങ്ങൾക്കും ഉപാസനകൾക്കും ക്ഷേത്ര ദർശനങ്ങൾക്കും എല്ലാറ്റിനും ഉപയോഗിക്കാം. രാമായണ പാരായണമുണ്ട്. വൈകുന്നേരം പിന്നെ നമ്മുടെ പ്രഭാഷണ പരമ്പര അല്ലെങ്കിൽ വാൽമീകി രാമായണം വ്യാഖ്യാനം 31 ദിവസവും തുടരുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ശ്രവിക്കണം. അതിനുവേണ്ടി കൂടിയാണ് രാവിലത്തെ സമയം ഒഴിവാക്കുന്നത്. രണ്ടും കൂടിയാകുമ്പോൾ ഓവർലോഡാവും. അപ്പോൾ ഇത്തിരി ഗ്യാപ്പിരുന്നോട്ടെ എന്ന് കരുതി. അപ്പം നമുക്ക് നവമസ്കന്ധത്തിലെ 24-ാം അധ്യായം ബാക്കിയുള്ളത് കാണാം. അപ്പോൾ വായിക്കാം. 24-ാം അധ്യായം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ്ഭാഗവതേ നവമസ്കന്ധേ 24-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. തസ്യാം വിദർഭോ ജനയത് പുത്രൗ നാമ്നാ കുശക്രതൗ തൃതീയം രോമപാദം ച വിദർഭകുലനന്ദനം. രോമപാദസുതോ ബഭ്രുഹു ബഭ്രോः കൃതിരജായത ഉശികസ്തൽസുതസ്തസ്മാത് ചേദിശ്ചൈദ്യാദയോ നൃപ. ക്രതസ്യ കുന്തിഃ പുത്രോഭൂത് ദൃഷ്ടിഃ അല്ലെങ്കിൽ വൃഷ്ണിഃ തസ്യാദ നിർവൃതിഃ തതോ ദശാർഹോ നാമ്നാഭൂത്. തസ്യ വ്യോമഃ സുതസ്തതഃ ജീമൂതോ വികൃതിസ്തസ്യ യസ്യ ഭീമരഥഃ സുതഃ. തതോ നവരഥഃ പുത്രോ ജാതോ ദശരഥസ്തതഃ. കരംഭിഃ ശകുനേഃ പുത്രോ ദേവരാജസ്തദാത്മജഃ. ദേവക്ഷത്രസ്തതസ്തസ്യ മധുഃ കുരുവശാദനുഃ. പുരുഹോത്രസ്തു അനോഹ പുത്രഃ തസ്യ ആയുഃ സാത്വതസ്തതഃ. ഭജമാനോ ബജിർദിവ്യോ വൃഷ്ണിർദേവാവൃതോന്തകഃ. സാത്വതസ്യ സുതാഃ സപ്ത മഹാഭോജശ്ച മാരിഷ. ഭജമാനസ്യ നിമ്ലോജിഃ കിങ്കിണോ ദൃഷ്ടിരേവ ച. ഏകസ്യാമാത്മജാ പത്ന്യാമന്യസ്യാം ച ത്രയഃ സുതാഃ. ശതാജിത് സഹസ്രാജിത് അയുധാജിത് ഇതി പ്രഭോ. ബഭ്രുർദേവാവൃതസുതഃ തയോഃ ശ്ലോകൗ പഠന്ത്യമൂ. യഥൈവ ശൃണുമോ ദൂരാത് സംപശ്യാമസ്തദന്തികാത്. ബഭ്രുഃ ശ്രേഷ്ഠോ മനുഷ്യാണാം ദേവൈർദേവാവൃതഃ സമഃ. പുരുഷാ പഞ്ചഷഷ്ടിശ്ച ഷട്സഹസ്രാണി ചാഷ്ട ച. യേ അമൃതത്വമനുപ്രാപ്താ ബഭ്രോർദേവാവൃതാദപി. മഹാഭോജോപി ധർമാത്മാ ഭോജാ ആസൻ തദന്വയേ. വൃഷ്ണേഃ സുമിത്രഃ പുത്രോ ഭൂത യുധാജിच्च പരന്തപ. ശിനിഃ തസ്യ അനമിത്രശ്ച നിമ്നോ അഭൂത് അനമിത്രതഃ. സത്രാജിതഃ പ്രസേനശ്ച നിമ്നസ്യാപി ആസദു സുതൗ. അനമിത്രസുതോ യോന്യഃ ശിനിഃ തസ്യാദസത്യകഃ. യുയുധാനഃ സാത്യകിർവൈ ജയസ്തസ്യ കുണിസ്തതഃ. യുഗന്ധരോ അനമിത്രസ്യ വൃഷ്ണിഃ പുത്രോ അപരസ്തതഃ.
സ്വബൽക്കശ്ചിത്രരഥശ്ച ഗാന്ധിന്യാം ച സ്വബൽക്കദഃ അക്രൂര പ്രമുഖാ ആസൻ പുത്രാ ദ്വാദശ വിശ്രുതാഃ ആസംഗഃ സാരമേയശ്ച മൃദുരോ മൃദുവിദ് ഗിരിഃ ധർമ്മവൃദ്ധഃ സുകർമാ ച ക്ഷേത്രോപേക്ഷോരിമർദ്ദനഃ ശത്രുഘ്നോ ഗന്ധമാദശ്ച പ്രതിബാഹുശ്ച ദ്വാദശ തേഷാം സ്വസാസു ചീരാഖ്യ ദ്വൗ അക്രൂരസുതൗ അപി ദേവവാൻ ഉപദേവശ്ച തദാ ചിത്രരഥാത്മജാഃ പൃഥുർവിദൂരദാദ്യാശ്ച ബഹവോ വൃഷ്ണിനന്ദനാഃ കുകുരോ ഭജമാനശ്ച ശുചിഃ കമ്പളബർഹിഷഃ കുകുരസ്യ സുതോ വഹ്നിഃ വിലോമാ തനയസ്തതഃ കപോതരോമാ തസ്യാനുഃ സഖാ യസ്യ ച തുംബുരുഃ അന്തകോ ദുന്ദുഭിസ്തസ്മാത് അരിദ്യോതഃ പുനർവസുഃ തസ്യ ആഹുകശ്ച ആഹുകീ ച കന്യാ ച ഏവ ആഹുകാത്മജൗ ദേവകശ്ച ഉഗ്രസേനശ്ച ചത്വാരോ ദേവകാത്മജാഃ ദേവവാൻ ഉപദേവശ്ച സുദേവോ ദേവവർദ്ധനഃ തേഷാം സ്വസാരഃ സപ്താസൻ കൃതദേവാദയോ നൃപ ശാന്തിദേവാ ഉപദേവാ ച ശ്രീദേവാ ദേവരക്ഷിതാ സഹദേവാ ദേവകീ ച വസുദേവ ഉവാഹതാഃ കംസഃ സുനാമാന്യഗ്രോധഃ കങ്കഃ ശംഖുഃ സുഹുസ്തദാ രാഷ്ട്രപാലോദ സൃഷ്ടിച്ച തുഷ്ടിമാൻ ഔഗ്രസേനയഃ കംസാ കംസവതി കങ്കാ ശൂരഭൂഃ രാഷ്ട്രപാലികാ ഉഗ്രസേന ദുഹിതരോ വസുദേവാനുജസ്ത്രിയഃ ശൂരോ വിദൂരദാദാസീദ ഭജമാനഃ സുതസ്തതഃ ശിനിസ്തസ്മാത് സ്വയം ഭോജോ ഹൃദീകസ്തൽസുതോ മദഃ ദേവബാഹുഃ ശതധനുഃ കൃതവർമ്മേതി തൽസുതാഃ ദേവമീഢസ്യ ശൂരസ്യ മാരിഷാ നാമ പത്ന്യഭൂത് തസ്യാം സ ജനയാമാസ ദശപുത്രാനകൽമഷാൻ വസുദേവം ദേവഭാഗം ദേവശ്രവസമാനകം സൃഞ്ജയം ശ്യാമകം കങ്കം ശമീകം വത്സകം വൃകം ദേവദുന്ദുഭയോ നേതുഃ ആനകാ യസ്യ ജന്മനി വസുദേവം ഹരേ സ്ഥാനം വദന്ത്യാനകദുന്ദുഭിം പ്രദാച ശ്രുതദേവാ ച ശ്രുതകീർത്തിശ്രുതസ്രവാഃ രാജാദിദേവീ ചൈതേഷാം ഭഗിന്യഃ പഞ്ചകന്യകാഃ കുന്ദേഃ സഖ്യുഃ പിതാ ശൂരോ ഹി അപുത്രസ്യ പ്രധാമദാത് സാപദുർവാസസോ വിദ്യാം ദേവഹൂതീം പ്രതോഷിതാത് തസ്യാ വീര്യപരീക്ഷാർത്ഥമാജുഹാവ രവിം ശുചിം തദാ ഏവ ഉപാഗതം ദേവം വീക്ഷ്യ വിസ്മിതമാനസാ പ്രത്യയാർത്ഥം പ്രയുക്താ മേ യാഹി ദേവാ ക്ഷമസ്വ മേ അമോഘം ദർശനം ദേവി ആദിൽസേ ത്വയിതാത്മജം യോനിർയദാ ന ദുഷ്യേത കർത്താഹം തേ സുമധ്യമേ ഇതി തസ്യാം സ ആദായ ഗർഭം സൂര്യോ ദിവംഗതഃ സദ്യ കുമാരഃ സഞ്ജജ്ഞേ ദ്വിതീയൈവ ഭാസ്കരഃ തം സാ അത്യജത നദീതോയേ കൃച്ഛ്രാദ് ലോകസ്യ ബിഭ്യതി പ്രപിതാമഹസ്താമുവാഹ പാണ്ഡുർവൈ സത്യവിക്രമഃ ശ്രുതദേവാം തു കാരൂഷോ വൃദ്ധശർമാ സമഗ്രഹീത യസ്യാമഭൂത് ദന്തവക്ത്രഃ ഋഷിശബ്ദോദിതേ സുതഃ കൈകേയോ ദൃഷ്ടകേതുശ്ച ശ്രുതകീർത്തിം അവിന്ദത സന്ദർദനാദയസ്തസ്യ പഞ്ചാസൻ കൈകയാ സുതാഃ രാജാതിദേവ്യാം ആവന്ദ്യൗ ജയസേനോ ജനിഷ്ഠഃ ദമഘോഷശ്ചേതി രാജഃ ശ്രുതസ്രവസം അഗ്രഹീത് ശിശുപാലസുതസ്തസ്യാഃ കദിതസ്തസ്യ സംഭവഃ ദേവഭാഗസ്യ കംസായാം ചിത്രകേതു ബൃഹദ്ബലൗ കംസവത്യാം ദേവസ്രവസഃ സുവീരൈഷുമാൻ തദാ ഗംഗായാമാനകാജ്ജാതഃ സത്യജിത് പുരുജിത് തദാ സൃഞ്ജയോ രാഷ്ട്രപാല്യാം ച വൃഷദുർമർഷണാദികാൻ ഹരികേശ ഹിരണ്യാക്ഷൗ ശൂരഭൂമ്യാം ച ശ്യാമകഃ മിശ്രകേശ്യാം അപ്സരസി മൃഗാദീൻ വത്സകസ്തദാ തക്ഷപുഷ്കരശാലാദീൻ ദുർവാർക്ഷ്യാം മൃഗാദദേ സുമിത്രാർജുനപാലാദീൻ മതിരാരോചന ബാലാദീൻ സമീകാത്തു സുദാമിനി കഗ്ഗശ്ച കർണികായാം വൈദൃതതാമജയൗ അപി പൗരവീ രോഹിണീ ഭദ്രാമതിരാരോചനായിള ദേവകീ പ്രമുഖാസൻ പത്ന്യഃ ആനകദുന്ദുഭേഃ ബലം ഗതം സാരണം ചതുർമദം വിപുലം ധ്രുവം വസുദേവസ്തു രോഹിണ്യാം കൃതാദീൻ ഉദപാദയത് സുഭദ്രോ ഭദ്രവാഹശ്ചതുർമദോ ഭദ്രയേവ ച പൗരവ്യാസ്തനയാ ഹ്യേതേ ഭൂതാദ്യാ ദ്വാദശാഭവൻ നന്ദോപനന്ദകൃതകശൂരാദ്യാ മതിരാത്മജാഃ
കൗസല്യാകേശിനം ത്വേകം അസൂതകുലനന്ദനം രോചനായാം അതോ ജാതാ ഹസ്തഹേമാംഗദാദയഃ ഇളായാം ഉരുവൽക്കാദീൻ യദുമുഖ്യാനജീജനത് വിപൃഷ്ടോ ധൃതദേവായാം ഏക ആനകദുന്ദുഭേഃ ശാന്തിദേവാത്മജാ രാജൻ ശ്രമ പ്രതിശ്രുതാദയഃ രാജാനഃ കൽപ്പവർഷാദ്യാ ഉപദേവാ സുതാദശ വസുഹംസസുവംശാദ്യാഃ ശ്രീദേവായാസ്തു ഷട്സുതാഃ ദേവരക്ഷിതയാ ലബ്ധാ നവചാത്രഗദാദയഃ വസുദേവസുതാൻ അഷ്ടൗ വാദദേ സഹദേവയാ പുരുവിസ്തൃതമുഖ്യാൻ തു സാക്ഷാത് ധർമ്മോ വസൂനിവ വസുദേവസ്തു ദേവക്യാം അഷ്ടപുത്രാൻ അജീജനത് കീർത്തിമന്ദം സുഷേണം ച ഭദ്രസേനം ഉദാരധീഃ രുചും സമ്മർദ്ദനം ഭദ്രം സംകർഷണമഹീശ്വരം അഷ്ടമസ്തു തയോരാസീത് സ്വയമേവ ഹരി കില സുഭദ്രാ ച മഹാഭാഗാ തവ രാജൻ പിതാമഹി യദാ യദേഹധർമ്മസ്യ ക്ഷയോ വൃദ്ധിശ്ച പാപ്മനഃ തദാ തു ഭഗവാനീശഃ ആത്മാനം സൃജതേ ഹരിഃ നഹ്യസ്യ ജന്മനോ ഹേതുഃ കർമ്മണോ വാ മഹീപതേ ആത്മമായാം വിനേശസ്യ പരസ്യ ദ്രഷ്ടുരാത്മനഃ യന്മായാചേഷ്ടിതം പുംസഃ സ്ഥിത്യുൽപത്യപ്യയായ ഹി അനുഗ്രഹസ്തന്നിവൃത്തേഃ ആത്മലാഭായ ചേഷ്യത്തെ അക്ഷൗഹിണീനാം പതിഭിഃ അസുരൈർനൃപലാഞ്ഛനൈഃ ഭുവ ആക്രമ്യമാണായ അഭാരായ കൃതോദ്യമഃ കർമാണി അപരിമേയാണി മനസാപി സുരേശ്വരൈഃ സഹ സംഘർഷണശ്ചക്രേ ഭഗവാൻ മധുസൂദനഃ കലൗ ജനിഷ്യമാനാനാം ദുഃഖശോകമത്തമോനുദം അനുഗ്രഹായ ഭക്താനാം സുപുണ്യം വ്യതനോത് യശഃ യസ്മിൻ സത്കർണപീയൂഷേ യശസ്തീർത്ഥവരേ സകൃത് ശ്രോതാഞ്ജലിരുപസ്പൃശ്യ ദുനുദേ കർമ്മവാസനാം ഭോജവൃഷ്ണ്യന്തക മധുശൂരസേന ദശാർഹകൈഃ ശ്ലാഘനീയേ ഹി തശ്ശശ്വത കുരു സഞ്ജയ പാണ്ഡുഭിഃ സ്നിഗ്ധസ്മിതേക്ഷിതോദാരൈർവാക്യൈർവിക്രമലീലയാ നൃലോകം രമയാമാസ മൂർത്തിയാ സർവാംഗരമ്യയാ യസ്യാനനം മകരകുണ്ടലചാരുകർണഭ്രാജത്കപോലസുഭഗം സവിലാസഹാസം നിത്യോത്സവം ന തദ്രുപുരു ദൃശിഭിഃ പിബന്ധ്യോ നാര്യോ നരാശ്ച മുദിതാ കുപിതാ നിമേശ്ച ജാതോ ഗത പിതൃഗൃഹാത് വ്രജമേദിതാർത്ഥോ ഹത്വാ രിപൂൻ സുതശതാനി കൃതോരുദാരഃ ഉൽപാദ്യതേഷു പുരുഷഃ ക്രതുഭിഃ സമീജേ ആത്മാനമാത്മനിഗമം പ്രദയൻ ജനേഷു പൃഥ്യാസ വൈ ഗുരുപരം ശപയൻ കുരുണാം അന്തഃ സമുക്തകലിനായുധി ഭൂപചംവഃ ദൃഷ്ട്യാ വിധൂയ വിജയേ ജയമുദ്വിഘോഷ്യ പ്രോച്യോദ്ധവായ ച പരം സമഗാത് സ്വധാമ ഹരി ഓം ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം നവമസ്കന്ധേ ശ്രീസൂര്യസോമവംശാനുകീർത്തനേ യദുവംശാനുകീർത്തനം നാമ ചതുർവിംശതിതമോऽധ്യായഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. അപ്പോ നവമസ്കന്ധത്തിലെ 24-ാം അധ്യായം അതിന്റെ അവസാന ഭാഗമാണ് കാണാനുള്ളത്. യദുവംശ വർണ്ണന. ആ യദുവംശത്തില് സത്രാജിത്ത്, പ്രസേനൻ, അതുപോലെ അക്രൂരൻ, കൃതവർമാവ്, ശതധന്വാവ് മുതലായവരുടെ ഉൽപ്പത്തിയെല്ലാം പറഞ്ഞു. അതുപോലെ ഉഗ്രസേനൻ, ദേവകൻ, 2 രാജാക്കന്മാരുടെ മക്കളുടെ എണ്ണങ്ങളും അവരുടെ സന്തതികളെക്കുറിച്ചുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദേവകന് 4 ആൺമക്കളും 7 പെൺമക്കളും. ആ 7 പെൺമക്കളെയും വസുദേവർ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞു. വസുദേവർക്ക് 10 മൊത്തം
സഹോദരന്മാർ 9 പേര്, 5 അനിയത്തിമാരുണ്ട് ശൂരസേനനിൽ നിന്ന്. ആ 5 അനിയത്തിമാരിൽ ഒരാളാണ് കുന്തി. ആ കുന്തിയെ കുന്തിഭോജന് ശൂരസേനൻ വളർത്താൻ കൊടുത്തു. ആ കുന്തി കന്യകയായിരിക്കുമ്പോൾ തന്നെ സൂര്യനെ പരീക്ഷിച്ച് സൂര്യനിൽ നിന്ന് കർണൻ എന്ന പുത്രനുണ്ടായ കഥയൊക്കെ കണ്ടു. ആ കുന്തിയെ പാണ്ഡുവാണ് വിവാഹം കഴിച്ചത് എന്ന് കണ്ടു. അതുപോലെ മറ്റ് വസുദേവരുടെ 4 സഹോദരിമാരും അത് ചേതി രാജാവിനും കേകയ രാജാവിനും അതുപോലെയുള്ള ഓരോ രാജാക്കന്മാർക്ക് വിവാഹം കഴിച്ചു കൊടുത്തതിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ കംസന്റെ സഹോദരിമാര് വസുദേവരുടെ അനുജന്മാര് വിവാഹം കഴിച്ചു. ഇങ്ങനെ പരസ്പരമുള്ള ആ ബന്ധങ്ങളൊക്കെ എടുത്തു പറഞ്ഞു. പിന്നീട് കംസൻ മറ്റ് 6 കന്യകമാരെയും കൂടി വിവാഹം കഴിച്ചതിനെ കുറിച്ച് പറഞ്ഞു. അവരാണ് സുഭദ്ര അല്ല സോറി പൗരവി, രോഹിണി, ഭദ്ര, മദിര, രോചന, ഇള, ദേവകി പ്രമുഖ ആസൻ പത്ന്യ ആനകദുന്ദുബേഹേ. ആനകദുന്ദുബി അഥവാ വസുദേവന് ഇവരൊക്കെ ഭാര്യമാരായിരുന്നു. അപ്പോൾ പൗരവി, രോഹിണി, ഭദ്ര, മദിര, രോചന, ഇള എന്ന 6 പേരും ദേവകി പ്രമുഖ എന്ന് പറഞ്ഞതിലൂടെ ദേവകിയും മറ്റ് 6 സഹോദരിമാരും, അപ്പൊ 7 പേര്. അപ്പൊ 6 7 13 പേര് വസുദേവരുടെ ഭാര്യമാരായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആദ്യത്തെ 6 പേരുടെ മക്കളെ എണ്ണി എണ്ണി പറഞ്ഞു. പൗരവിയുടെയും രോഹിണിയുടെയും ഭദ്രയുടെയും മധുരയുടെയും രോചനയുടെയും ഇളയുടെയും മക്കളെക്കുറിച്ചും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു. അതാണ് ഏതുവരെ പറഞ്ഞത്? 49-ാം ശ്ലോകം. രോചനായാം അതോ ജാത ഹസ്തഹേമാംഗദാതയഃ ഇളായാം ഉരുവൽക്കാദീൻ യത് മുഖ്യാൻ അജീജനത്. ആ രോചനയിലും പിന്നീട് ഇളയില് ഉരുവൽക്കൻ, യദു മുതലായ പുത്രന്മാർ ജാതരായി ജനിപ്പിച്ചു എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. ഇനി തുടർന്ന് ദേവകന്റെ പുത്രിമാരായ 7 പേരിൽ വസുദേവർക്ക് ഉണ്ടാകുന്ന കുട്ടികളെ എണ്ണി എണ്ണി പറയുകയാണ്. 50-ാം ശ്ലോകം മുതൽ വിപൃഷ്ടോ ധൃതദേവായാമെന്ന് തുടങ്ങുകയാണ്. അപ്പോ നമുക്കത് തുടർന്ന് കാണാം. വസുദേവരുടെ 7 പത്നിമാരിലുള്ള സന്തതികൾ, അവരെ പറഞ്ഞപ്പോഴാണ് ദേവകിയിൽ നിന്ന് ബലരാമസ്വാമിയുടെ അവതാരത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. അത് കഴിഞ്ഞ് ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ചതിനെക്കുറിച്ചും പറഞ്ഞു. ആ ശ്രീകൃഷ്ണന്റെ ലീലകളെ ഒന്ന് ചുരുക്കി പറഞ്ഞു. ഇതാണ് ഈ നവമസ്കന്ധത്തിലെ 24-ാം അധ്യായം അവസാന ഭാഗം. നമുക്ക് വസുദേവരുടെ 7 ഭാര്യമാരിലുണ്ടായ സന്തതികളെക്കുറിച്ച് നോക്കാം. വിപൃഷ്ടോ ധൃതദേവായാം ഏകഃ ആനകദുന്ദുബേഃ ശാന്തിദേവാത്മജാ രാജൻ ശ്രമ പ്രതിശ്രുതാദയഃ രാജാന കൽപവർഷാദ്യ ഉപദേവാ സുതാദശ വസുഹംസ സുവംശാദ്യ ശ്രീദേവയാസ്തു ഷട്സുതാഃ ദേവരക്ഷിതയാ ലബ്ധാ നവചാത്രഗദാദയഃ വസുദേവസുതാൻ 8 ആദദേ സഹദേവയാം പുരുവിശ്രുതമുഖ്യാൻ തു സാക്ഷാത് ധർമ്മോ വസൂനിവ വസുദേവസ്തു ദേവഖ്യാം 8 പുത്രാൻ അജീജനത്. അപ്പോ 7 ഭാര്യമാരിൽ ദേവകിയുടെ അവസാനമാണ് പറയാൻ പോകുന്നത്. ദേവക്യാം 8 പുത്രാൻ അജീജനത്, 8 പുത്രന്മാരെ ജനിപ്പിച്ചു. ആ പേര് നമുക്ക് പിന്നീട് വായിക്കാം. അപ്പോൾ ആദ്യത്തെ
6 പേര്, ദേവകിയുടെ ജ്യേഷ്ഠത്തിമാരായ 6 പേരിൽ ഓരോരുത്തരിലും എത്ര കുട്ടികൾ എന്ന് പറയുകയാണ്. വിപൃഷ്ടോ ധൃതദേവായാം ഏകഃ ആനഗദുന്ദുബേഃ ശാന്തിദേവാത്മജാരാജൻ ശ്രമപ്രതിശ്രുതാദയഃ. ആനഗദുന്ദുബേഃ, ആനഗദുന്ദുബിക്ക് അല്ലെങ്കിൽ ആനഗദുന്ദുബിയിൽ നിന്ന്, വസുദേവരിൽ നിന്ന് എന്നർത്ഥം. ധൃതദേവായാം ഏകഃ, ധൃതദേവ എന്ന് പറയുന്ന ദേവകിയുടെ ജ്യേഷ്ഠത്തിയിൽ, കംസ സഹോദരിയിൽ അല്ലെങ്കിൽ ദേവക പുത്രിയിൽ, ഏകഃ ഒറ്റ മകനെ ഉണ്ടായുള്ളൂ. പേരെന്താണ്? വിപൃഷ്ടോ എന്ന് പറഞ്ഞു, വിപൃഷ്ട. അപ്പൊ ധൃതദേവയിൽ വസുദേവന് വിപൃഷ്ടൻ എന്ന ഒരൊറ്റ പുത്രൻ. പിന്നെ ശാന്തിദേവാത്മജാരാജൻ ശ്രമ പ്രതിശ്രുതാദയ, ശാന്തിദേവ എന്ന് പറയുന്ന മറ്റൊരു ഭാര്യയിൽ വസുദേവർക്ക്, ഹേ രാജാവേ, ആത്മജാഹ പുത്രന്മാരുണ്ടായി. ആരൊക്കെയാണ്? ശ്രമൻ പ്രതിശ്രുതൻ മുതലായവർ, ശ്രമ പ്രതിശ്രുത ആദയ. അപ്പൊ അങ്ങനെ ശാന്തിദേവയില് ഉണ്ടായ മക്കളുടെ 2 പേരാണ് എടുത്തു പറഞ്ഞത്. ബാക്കി ആദയ എന്നുള്ള ശബ്ദം കൊണ്ട് എത്ര വേണമെങ്കിലും ആവാം. എത്രയോ കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് രാജാന കൽപ്പവർഷാദ്യാഹ ഉപദേവാസുതാദശ വസുഹംസ സുവംശാദ്യ ശ്രീദേവായാസ്തു ഷഡ്സുത. ഇവിടെ ഉപദേവാസുത ദശ കൽപ്പവർഷാദ്യ രാജാനഹ. ഉപദേവ എന്ന പേരുള്ള ഭാര്യയിൽ വസുദേവർക്ക് കൽപ്പവർഷൻ മുതലായ 10 പേര്. ആദ്യത്തെ വരിയില് ഉപദേവാസുത ദശ, ഉപദേവയിൽ വസുദേവർക്ക് 10 പുത്രന്മാർ, അതിൽ കൽപ്പവർഷൻ മുതലായ രാജാക്കന്മാർ, രാജാനഹ എന്ന രാജാക്കന്മാർ എന്നർത്ഥമാണ്. അപ്പൊ നല്ല കേമന്മാരായിട്ടുള്ള 10 പുത്രന്മാര്, കൽപ്പവർഷൻ മുതലായവരുണ്ടായി. അടുത്ത വരിയിൽ പറയുന്നത് ശ്രീദേവായാഹാതു, ശ്രീദേവയിൽ നിന്ന്. ശ്രീദേവൻ മറ്റൊരു ഭാര്യയാണ്. ശ്രീദേവാ എന്ന ആകാരാന്ത സ്ത്രീലിംഗമാണ്. അപ്പൊ ശ്രീദേവായാഹ, ശ്രീദേവയിൽ നിന്ന് വസുദേവർക്ക് ഷഡ്സുതാഹ 6 പുത്രന്മാർ. അവരിൽ പ്രമുഖരുടെ പേര് പറഞ്ഞു. വസു, ഹംസ, സുവംശ ആദ്യാഹ. വസു, ഹംസൻ, സുവംശൻ മുതലായ 6 പുത്രന്മാരെ ശ്രീദേവയിൽ വസുദേവർക്ക് ജനിപ്പിച്ചു. തുടർന്ന് ദേവരക്ഷിതയാ ലബ്ധ നവചാത്ര ഗദാദയ വസുദേവസുതാൻ അഷ്ടൗ ആദധേ സഹദേവയാ. ദേവരക്ഷിതയാ എന്ന ദേവരക്ഷിത എന്ന് പറയുന്ന ഭാര്യയിൽ, അവളാൽ ലബ്ധ നവച അത്ര ഗദാദയ, വസുദേവന് ഗദൻ മുതലായ നവലബ്ധ 9 പേര്, 9 പുത്രന്മാർ ലഭിച്ചു. അപ്പൊ ദേവരക്ഷിത എന്ന ഭാര്യയിലെ വസുദേവർക്ക് ഗദൻ മുതലായി 9 പുത്രന്മാർ. പിന്നീട് വസുദേവ സുതാൻ അഷ്ടൗ ആദതേ സഹദേവയാ. സഹദേവ എന്ന് പറയുന്ന ഭാര്യയിൽ നിന്ന് വസുദേവന് അഷ്ടൗ സുതാൻ ആദതേ 8 പുത്രന്മാരുണ്ടായിരുന്നു. വസൂനിവ എന്ന് അടുത്ത വരിയിൽ പറയുന്നുണ്ട്. പുരുവിശ്രുത മുഖ്യാന്തു സാക്ഷാത് ധർമ്മോ വസൂനിവ. പുരുവിശ്രുതൻ മുതലായവർ സാക്ഷാത് ധർമ്മവസൂനിവ, വസുക്കൾ, ധർമ്മൻ, വസു എന്നവരെ പോലെ 8 പുത്രന്മാരെ സഹദേവയിൽ നിന്ന് ജനിപ്പിച്ചു. അപ്പൊ സഹദേവയിലും 8 പുത്രന്മാരാണ്. അഷ്ടവസുക്കളെ പോലെ ഉള്ള 8 പേര് എന്ന് പറഞ്ഞു. പിന്നീടാണ് വസുദേവസ്തു ദേവക്യാം അഷ്ടപുത്രാൻ അജീജനത്. വസുദേവൻ ദേവകീദേവിയിൽ 8 പുത്രന്മാരെ ജനിപ്പിച്ചു. വസുദേവർക്ക് ദേവകിയില് 8 പുത്രന്മാർ. അവരാരൊക്കെയാണെന്ന് എടുത്തു പറയുകയാണ്. കീർത്തിമന്ദം സുഷേണം ച ഭദ്രസേനം ഉദാരധീഹി ഋജും സമ്മർദ്ദനം ഭദ്രം സംഘർഷണം അഹീശ്വരം. 8ാമന്റെ പേര് പറഞ്ഞിട്ടില്ലേ അവിടെ? 8ാമൻ ആരാന്ന് നമുക്കറിയാം. ഇപ്പൊ 7 പേരുടെ പേരാണ് പറഞ്ഞത്. കീർത്തിമന്ദം സുഷേണം ച ഭദ്രസേനം ഉദാരധീഹി ഋജും സമ്മർദ്ദനം ഭദ്രം സംഘർഷണം അഹീശ്വരം.
സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സംഘർഷണമൂർത്തിക്ക് ജയ്. ബലരാമസ്വാമിയുടെ അവതാരമാണ് ഈ ശ്ലോകത്തില്. അതാണ്. എന്നിട്ട് എട്ടാമനായിട്ട് ആരാന്ന് പറയണം. അഷ്ടമസ്തു തയോരാസി സ്വയമേവ ഹരിം കില സുഭദ്രാച മഹാഭാഗ തവ രാജൻ പിതാമഹി. അഷ്ടമസ്തു തയോരാസീത് സ്വയമേവ ഹരി കില സുഭദ്രാച മഹാഭാഗ തവ രാജൻ പിതാമഹി. അഷ്ടമഃ തു തയോഹോ ആസീത്. തയോഹോ വസുദേവ ദേവക്യോഹോ. വസുദേവ ദേവകിമാരിൽ നിന്ന് അഷ്ടമഃ ആസീത് എട്ടാമനായിട്ടുണ്ടായി. ആര്? സ്വയമേവ ഹരിഹി. സാക്ഷാൽ ഹരി തന്നെ നേരിട്ട് വന്നു എന്നാണ്. സ്വയമേവ ഹരി. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ആണ്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് സൂചിപ്പിക്കുന്നതാണ് സ്വയമേവ ഹരിഹി എന്ന പ്രയോഗം. അപ്പൊ സ്വയം ഹരി തന്നെ വന്നൂത്രേ കില എന്ന് ഒരു പ്രശസ്തിയെ സൂചിപ്പിക്കുകയാണ്. അതുമാത്രമല്ല, ഒമ്പതാമതായിട്ടൊരു കന്യക, അതാണ് സുഭദ്രാച മഹാഭാഗ തവ രാജൻ പിതാമഹി. പരീക്ഷത്തിനോട് പറയണ, ഹേ രാജാവേ, ഹേ പരീക്ഷത്തെ, തവ പിതാമഹി, നിന്റെ പിതാവിന്റെ അമ്മ, അഭിമന്യുവിന്റെ മാതാവ് ആരാണ്? സുഭദ്ര. അപ്പോ ആ സുഭദ്ര ഭഗവാന്റെ അനുജത്തിയായിട്ട് ദേവകിക്ക് ഒമ്പതാമത്തെ സന്തതിയായിട്ട് ജാതയായി എന്ന് പറയണം. അപ്പോ ആരുടെയൊക്കെയാണ് പേര് പറഞ്ഞത്? ആ 6 പുത്രന്മാർ കംസൻ ജനിച്ച ഉടനെ കൊന്നവരുടെ പേരുകളാണ്. കീർത്തിമന്തം എന്ന് പറഞ്ഞാൽ കീർത്തിമാനെ പ്രസവിച്ചു, ജനിപ്പിച്ചു. കീർത്തിമാൻ എന്നാണ് പ്രഥമ. അപ്പൊ കീർത്തിമാനും സുഷേണം, സുഷേണനെയും ഭദ്രസേനനെയും, അവിടെ ഉദാരദീഹി എന്നുള്ളത് വസുദേവരെ വിശേഷിപ്പിക്കുന്നതാണ്. ഉദാരധീയായ വസുദേവൻ ഈ 7 പുത്രന്മാരും പിന്നെ എട്ടാമനായിട്ട് ഭഗവാൻ ഹരിയെ തന്നെയും സ്വയം പുത്രനായിട്ട് ജനിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പൊ കീർത്തിമാൻ, സുഷേണൻ, ഭദ്രസേനൻ. പിന്നീട് പറഞ്ഞു ഋജും സമ്മർദ്ദനം ഭദ്രം. ഋജു എന്ന പേരുള്ള ഒരു പുത്രൻ, സമ്മർദ്ദനൻ എന്ന പേരുള്ള ഒരു പുത്രൻ, ഭദ്രൻ എന്ന പേരുള്ളവർ. ഈ 6 പേരും ജനിച്ചപ്പോൾ തന്നെ നാമകരണം ചെയ്തു. എന്തിന്? ഇങ്ങനെ വായിക്കാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ 1, 2, 3, 4, 5, 6 എന്ന് പറയേണ്ടി വരും. വെറും സംഖ്യകളെ കൊണ്ട് സൂചിപ്പിക്കേണ്ടി വരും. അത് സൂചിപ്പിക്കാതിരിക്കാൻ, എപ്പോഴും ഓർമ്മ വയ്ക്കാൻ വേണ്ടി ജനിച്ചപ്പോൾ തന്നെ വസുദേവര് തന്റെ സന്തതികൾക്ക്, തന്റെ മൂത്ത പുത്രന്മാർക്ക് 6 പേർക്കും നാമകരണം ചെയ്തു. അതുകൊണ്ട് നമുക്കിപ്പോൾ അത് വായിക്കാറായി. അപ്പൊ കീർത്തിമാൻ, സുഷേണൻ, ഭദ്രസേനൻ, ഋജു, സമ്മർദ്ദനൻ, ഭദ്രൻ. ഏഴാമനായിട്ട് സംഘർഷണം അഹീശ്വരം. അഹീശ്വരം എന്ന് പറഞ്ഞാൽ സർപ്പങ്ങളുടെ, അഹികളുടെ മുഴുവൻ ഈശ്വരൻ, നാഗങ്ങളുടെ എല്ലാം നാഥനായിരിക്കുന്ന സാക്ഷാൽ ആദിശേഷൻ തന്നെ സംഘർഷണൻ. അപ്പോൾ ആ ആദിശേഷനെ സംഘർഷണൻ എന്ന് 7ാമത്തെ പുത്രനായിട്ടും പറഞ്ഞു. അഷ്ടമഃ തു തയോഹോ ആസീത് സ്വയമേവ ഹരി കില. സാക്ഷാൽ ഭഗവാൻ തന്നെ സ്വയമേവ, കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. എട്ടാമനായിട്ട് ഇവരിൽ നിന്ന്, 2 പേരിൽ നിന്ന്, ദേവകി വസുദേവന്മാരിൽ നിന്ന് ഭഗവാൻ തന്നെ ജാതനായി അവതരിച്ചു. അത് കഴിഞ്ഞ് 9ാമതായിട്ട് സുഭദ്ര എന്ന കന്യകയും ഉണ്ടായി. അവളാണല്ലോ, അല്ലയോ പരീക്ഷിത് രാജാവേ, അങ്ങയുടെ പിതാമഹി, അഭിമന്യുവിന്റെ മാതാവ് എന്ന് സൂചിപ്പിച്ചു. അപ്പോ ഭഗവാൻ എന്തിനാണ് അവതരിക്കുന്നത് എന്നുള്ള ഭഗവാന്റെ തന്നെ ഗീതാവാക്യങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഇവിടെ ഭാഗവതത്തിൽ സുഖബ്രഹ്മർഷി പറയുന്നു. യഥാ യദേഹ ധർമ്മസ്യ ക്ഷയോ വൃദ്ധിശ്ച പാപ്മനഃ തദാ തു ഭഗവാനീശഃ ആത്മാനം സൃജതേ ഹരിഃ. യഥാ യദേഹ ധർമ്മസ്യ ക്ഷയോ വൃദ്ധിശ്ച പാപ്മനഃ തദാ തു ഭഗവാനീശഃ ആത്മാനം സൃജതേ ഹരിഃ. യഥാ യഥാ ഇഹ ധർമ്മസ്യ ക്ഷയഃ. യഥാ യഥാ എപ്പോഴെപ്പോൾ, ഇഹലോകേ ഈ ഭൂമിയില്, ധർമ്മസ്യ ക്ഷയഃ ഭവതി ധർമ്മത്തിന് ക്ഷയമുണ്ടാകുന്നു. ഗ്ലാനിർഭവതി ഭാരത.
അല്ലെ, ഗ്ലാനി ഉണ്ടാകുന്നത്, ക്ഷീണമുണ്ടാകുന്നത്, അതാണ് ക്ഷയ. അതുപോലെ വൃദ്ധിശ്ച പാപ്മനഃ, പാപ്മനഃ വൃദ്ധി, പാപങ്ങൾക്ക് അല്ലെങ്കിൽ പാപികൾക്ക് വൃദ്ധി ഉണ്ടാകുമ്പോൾ, പാപത്തിന്റെ വൃദ്ധി, അതാണ് അഭ്യുത്ഥാനം അധർമ്മസ്യ എന്ന് ഗീതയിൽ ഭഗവാൻ പറഞ്ഞത്. അധർമ്മസ്യ അഭ്യുത്ഥാനം, അഭ്യുത്ഥാനം എന്ന് പറഞ്ഞാല് ഉയർച്ച, അഭിവൃദ്ധി എന്നൊക്കെ അർത്ഥം തന്നെയാണ്. അപ്പോ അധർമ്മസ്യ അഭ്യുത്ഥാനം യഥാ യഥാ ഭവതി തത് ആത്മാനം സൃജാമി അഹം, ഞാൻ അപ്പോഴൊക്കെ എന്നെ സർജിക്കുന്നു, ഞാൻ സ്വയം പ്രകടനാകുന്നു, ഞാൻ അവതരിക്കുന്നു എന്ന് ഭഗവാൻ തന്റെ അവതാര തത്വം ഗീതയിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് തന്നെ ഇവിടെ ശുകബ്രഹ്മർഷി പറഞ്ഞു. തദാതു ഭഗവാൻ ഈശഃ ആത്മാനം സൃജതേ ഹരി. തദാതു അപ്പോഴൊക്കെ ഭഗവാൻ ഈശഃ, ഈ ലോകത്തെ ഭരിക്കുന്നവൻ ഭഗവാനാണ്. സർവ ഐശ്വര്യ പരിപൂർണനായിട്ടുള്ള ഭഗവാന് അവതരിക്കാൻ ഒരു പ്രയാസവുമില്ല. ഏത് രൂപമെടുത്ത് എങ്ങനെ വേണമെങ്കിൽ അവതരിക്കാൻ ഒരു പ്രയാസവുമില്ലാത്തവൻ ഭഗവാൻ. സർവ ഐശ്വര്യ പരിപൂർണൻ, ജ്ഞാനാദി പരിപൂർണൻ, വീര്യാദി പരിപൂർണൻ എന്നർത്ഥം. അപ്പൊ അങ്ങനെയുള്ള ഭഗവാൻ ഈശഃ, ഈശഃ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ് ഇതെല്ലാം നിയന്ത്രിക്കുക എന്നുള്ളത്. താൻ സൃഷ്ടിച്ച പ്രപഞ്ചത്തെ താൻ തന്നെ നിയന്ത്രിക്കണം, വേറൊരാൾക്കും അത് നിയന്ത്രിക്കാനാവില്ല പൂർണ്ണമായിട്ട്. ചില ചില ചുമതലകൾ പലർക്കും താൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കണം. താൻ തന്നെ സൃഷ്ടിച്ച ലോകത്തെ നിയന്ത്രിക്കാൻ താൻ തന്നെ സൃഷ്ടിച്ച തന്റെ തന്നെ അംശഭൂതന്മാരായ അല്ലെ ബ്രഹ്മാവ്, മഹാദേവൻ, ഇന്ദ്രൻ മുതലായ ലോകപാലന്മാരാൽ അദ്ദേഹം കാര്യങ്ങൾ നടത്തുന്നു. അവർക്കൊക്കെ പരിമിതിയുണ്ട്, അവരൊക്കെ ഭഗവാന്റെ അംശങ്ങളാണ്. അപ്പോൾ ആ അംശങ്ങളായിട്ടുള്ളവർക്ക് പൂർണ്ണമായ പ്രപഞ്ചത്തിന്റെ നിയന്ത്രണം സാധ്യമല്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ പൂർണ്ണ നിയന്ത്രണത്തിന്റെ ആവശ്യം വരുമ്പോൾ ഈശനായ ഭഗവാൻ ഹരിഹി, ആ ഹരി എല്ലാറ്റിനെയും നിലയ്ക്ക് നിർത്തുന്നവൻ, വേണ്ടിടത്ത് എല്ലാറ്റിനെയും ഹരിക്കുന്നവൻ. ആത്മാനം സൃജതേ തദാത്മാനം സൃജാമ്യഹം, അല്ലെ, ഞാൻ എന്നെ തന്നെ സർജിക്കുന്നു. സർജിക്കുക എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് ചെയ്യുന്നു, മാനിഫെസ്റ്റ് ചെയ്യുന്നു, പ്രകടമാകുന്നു എന്നർത്ഥം. അപ്പൊ ഞാൻ സർവവ്യാപിയാണ്, എല്ലാം കണ്ടുകൊണ്ട് എല്ലാറ്റിനും സാക്ഷിയായി എല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ചിലയിടത്ത് ഞാൻ നേരിട്ട് ഒരു രൂപമെടുത്ത് ഇടപെടേണ്ടി വരും. അങ്ങനെയുള്ള ഇടപെടലിന് വേണ്ടി ഞാൻ പ്രത്യേക രൂപങ്ങളെ സർജിക്കുന്നു. അതാണ് ആത്മാനം സൃജതേ ഹരിഹി. അപ്പൊ ഭഗവാന്റെ ആ ഒരു അവതാര തത്വത്തെക്കുറിച്ച് ശ്രീ ശുകബ്രഹ്മർഷി സൂചിപ്പിച്ചു. നഹ്യസ്യ ജന്മനോ ഹേതുഃ കർമ്മണോ വാ മഹീപതേ ആത്മമായാം വിനേശസ്യ പരസ്യ ദ്രഷ്ടുരാത്മനഃ. നഹ്യസ്യ ജന്മനോ ഹേതുഃ കർമ്മണോ വാ മഹീപതേ ആത്മമായാം വിനേശസ്യ പരസ്യ ദ്രഷ്ടുരാത്മനഃ. ഹേ മഹീപതേ, അല്ലയോ രാജാവേ, പരീക്ഷിത്തേ എന്ന് വിളിച്ചുകൊണ്ട് പറയണ. ഇനി ഭഗവാൻ ഇതിനെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് രൂപമെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അസ്യ ജന്മനഃ നഹേതുഃ, അവന് ജനിക്കാനായിക്കൊണ്ട് ജന്മമെടുക്കാനായിക്കൊണ്ട് കാരണമൊന്നുമില്ല, ഒരു ഹേതുവുമില്ല. എന്തെങ്കിലും ലഭിക്കാൻ വേണ്ടിയിട്ടുമല്ല, ഏതെങ്കിലും മോട്ടിവേഷനോട് കൂടിയിട്ടല്ല ഭഗവാൻ ജനിക്കുന്നത്, അല്ലേ. അദ്ദേഹത്തിന് ഒരു കർമ്മവും 3 ലോകങ്ങളിലുമില്ല എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. എനിക്ക് ഈ 3 ത്രിഷുലോകേഷു കിഞ്ചന കർത്തവ്യം നാസ്തി, ഒരു കർത്തവ്യവുമില്ല. അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ലഭിക്കാനുണ്ടോ അവതരിച്ചിട്ട്? നമ്മളൊക്കെ ജന്മമെടുക്കുന്നത് നമ്മുടെ വാസനകളെ പ്രകടിപ്പിച്ച്, വാസനകളെ ക്ഷയിപ്പിച്ച്, ആ വാസനകളിൽ നിന്ന് മോചനം നേടി ആത്മസ്വരൂപത്തിലേക്ക് മടങ്ങിപ്പോകാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഭഗവാൻ അങ്ങനെയുള്ള വല്ല വാസനകളുണ്ടോ, വല്ല അവിദ്യയും അദ്ദേഹത്തിനുണ്ടോ? ഒരിക്കലും അവിദ്യാലേശം പോലുമില്ലാത്ത, അല്ലെ, ശുദ്ധ നിഷ്കള ബ്രഹ്മസ്വരൂപനായിരിക്കുന്ന ഭഗവാന് അവതരിക്കേണ്ട യാതൊരു കാര്യവുമില്ല, ഒരു തരത്തിലുള്ള ഹേതുവും ഇല്ല. കർമ്മണോവാ, കർമ്മത്തിനും ഒരു കാരണവുമില്ല. എന്തെങ്കിലും ലഭിക്കാൻ നമ്മളൊക്കെ കർമ്മം ചെയ്യുന്നത് സുഖായ കർമാണി കരോതി ലോകഃ, അല്ലെ.
നമ്മുടെ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് എന്തെങ്കിലും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് ഒന്നുമില്ലെങ്കിൽ അന്ധകരണ ശുദ്ധിയെങ്കിലും, അല്ലെങ്കിൽ ജ്ഞാനികളാണെങ്കിൽ ലോകസംഗ്രഹം എന്നൊക്കെ പറയാം. ഓരോരുത്തർക്കും കർമ്മങ്ങൾക്ക് ഓരോ പർപ്പസ് ഉണ്ട്. ഭഗവാനെ സംബന്ധിച്ച കർമ്മത്തിനും ഒരു ഹേതുവുമില്ല. പിന്നെന്താണ്? ആത്മമായാം വിനാ ഈശസ്യ പരസ്യ ദ്രഷ്ടുഹു ആത്മനഃ. ഭഗവാൻ ആരാണ്? ഈശനാണ്, എല്ലാറ്റിന്റെയും ഈശ്വരനാണ്, നിയന്താവാണ്. പര, എല്ലാറ്റിൽ നിന്നും അതീതനാണ്. ഈ പ്രപഞ്ചത്തിന്റെ യാതൊരു തരത്തിലുള്ള വികാരങ്ങളും അദ്ദേഹത്തെ സ്പർശിക്കുന്നേയില്ല. അതുകൊണ്ട് ഈ പ്രപഞ്ചം എന്തായാലും അദ്ദേഹത്തിന് നഷ്ടപ്പെടാനൊന്നുമില്ല, നേടാനും ഒന്നുമില്ല. അപ്പൊ പിന്നെ അവതരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇല്ല. പിന്നെയോ മായാംബിന, എല്ലാം മായ മാത്രമാണ്. ഒരു ഭഗവാൻ സ്വന്തം ഇച്ഛ കൊണ്ട് ഒന്ന് നാടകം കളിക്കാം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മായയല്ലാതെ വേറൊരു കാരണം ഇല്ല എന്നാണ്. ഇവിടെ മായ എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തം ഇച്ഛ, സ്വന്തം സങ്കല്പം, ഒരു കാരണവും കൂടാതെയുള്ള സങ്കല്പം, തന്റെ കഴിവുകളെ പ്രകടിപ്പിക്കുക, സെൽഫ് എക്സ്പ്രഷൻ, അവനവന്റെ ഉള്ളിലുള്ള ശക്തികളെ ഒന്ന് വിജൃംഭിപ്പിച്ച് കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ സ്വയം അതിൽ ആസ്വദിക്കുക. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. ഭഗവാന് ആസ്വദിക്കാനായിട്ട് തന്നിൽ നിന്ന് അന്യമായിട്ട് ഇവിടെ ഒന്നുമില്ല. തന്റെ തന്നെ കരാരവിന്ദം കൊണ്ട് പദാരവിന്ദത്തെ തന്റെ തന്നെ മുഖാരവിന്ദത്തിൽ ചേർത്ത് വെച്ച് ആസ്വദിച്ച് കിടക്കും പോലെ ഭഗവാൻ തന്നെ തന്നെ പലതാക്കി തീർത്ത് സ്വയം തന്റെ കഴിവുകളെ എങ്ങനെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രം. താൻ എന്താ പറയുക, ശൂന്യനല്ല, താൻ ഇമ്പോർട്ടന്റ് അല്ല, താൻ അജ്ഞനല്ല, ഇങ്ങനെ എന്തൊക്കെ അല്ല എന്നുള്ളത് ലോകത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ട്, കാണുന്ന ലോകവും താൻ തന്നെയാണ്. അപ്പൊ പിന്നെ എന്താ പറയുക? ഒന്നും പറയാനില്ല. ലീല, മായ തന്നെയാണ്. ഉണ്ടെന്നുള്ള തോന്നലാണ്. വാസ്തവത്തിൽ സൃഷ്ടി എന്നുള്ളത് നമ്മളൊക്കെ സ്വപ്നം കാണുന്നത് പോലെയേ ഉള്ളൂ. അത് മായാം വിനാ ഈശസ്യ പരസ്യ. ഇതിനെല്ലാം അതീതനായ ഭഗവാനെ സംബന്ധിച്ച് എന്ത് അവതാരം, എന്ത് ജന്മം, എന്ത് സൃഷ്ടി എന്ന് അദ്ദേഹം ചോദിക്കും. ഞാനോ സൃഷ്ടിക്കുക? എപ്പോ? ഞാനൊന്നും സൃഷ്ടിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഞങ്ങൾ കണ്ടതോ? അത് നിങ്ങൾ കണ്ടത് എന്നെ തന്നെയാണ് അല്ലേ? എന്റെ വിവിധ ഭാവങ്ങൾ, ഏകനായ ഞാൻ പലതായി നിങ്ങൾക്ക് തോന്നി. ചിന്തിക്കാം. അപ്പൊ ദ്രഷ്ടുഹു, എല്ലാറ്റിനും ദ്രഷ്ടാവായിരിക്കുന്ന, സാക്ഷിയായിരിക്കുന്ന ആത്മനഃ, എങ്ങും വ്യാപിച്ചിരിക്കുന്ന ആത്മസ്വരൂപനായ ഭഗവാന് ഇത് വെറും ലീല മാത്രം എന്ന്, ഈ മായ എന്നുള്ളതിനുള്ള ലീല എന്നും കൂടി അർത്ഥം. യാതൊരു പ്രയോജനവുമില്ലാത്ത, ഒരു മോട്ടിവേഷനുമില്ലാത്ത വെറും ഒരു ലീല മാത്രം. ഭഗവാന്റെ സൃഷ്ടി, ഭഗവാന്റെ അവതാരങ്ങൾ എല്ലാം ഭഗവാനെ സംബന്ധിച്ച് പ്രയോജനരഹിതങ്ങളാണ്, വെറും ലീല മാത്രം. അത്രയേ എടുക്കേണ്ടതുള്ളൂ. ഈശ്വരത്വം പ്രകടമാക്കുകയാണ് അതിലൂടെ ചെയ്യുന്നത്. ഈശസ്യ എന്ന് പറഞ്ഞു, താൻ ഈശ്വരനാണ് എന്ന് അറിവില്ലാത്ത തന്റെ തന്നെ അംശഭൂതന്മാരായ ജീവന്മാർക്ക് മനസ്സിലാക്കാം. ചിന്തിക്കേണ്ട വിഷയമാണ്. ഏകവും അദ്വിതീയവുമായിട്ടുള്ള വസ്തുവിനെ പലതായി കാണുന്നതാണ് സൃഷ്ടി. അതിൽ തന്നെ ആ ഏകനായ വസ്തു ഈ പലതിനെ നിയന്ത്രിക്കാൻ പല അവതാരങ്ങൾ എടുത്ത് ലീല ചെയ്യുന്നു. വാസ്തവത്തിൽ യാതൊരു ഭേദവും ഇല്ല. നഹ്യസ്യ ജന്മനോ ഹേതുഃ കർമ്മണോ വാ മഹീപതേ ആത്മമായാം വിനാ ഈശസ്യ പരസ്യ ദ്രഷ്ടുഃ ആത്മനഃ.
യന്മായാചേഷ്ടിതം പുംസഃ സ്ഥിത്യുൽപത്യപ്യയായ ഹി അനുഗ്രഹസ്തന്നിവൃത്തേഃ ആത്മലാഭായ ചേഷ്യത്തെ. യന്മായാചേഷ്ടിതം പുംസഃ സ്ഥിത്യുൽപത്യപ്യയായ ഹി അനുഗ്രഹസ്തന്നിവൃത്തേഃ ആത്മലാഭായ ചേഷ്യത്തെ. യന്മായാചേഷ്ടിതം, ഏതൊരു ഭഗവാന്റെ മായ കൊണ്ടുള്ള ചേഷ്ട, മായാവ്യാപാരം, ഈ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ, അതാണ് പുംസഃ സ്ഥിതി ഉൽപ്പത്തി അപ്യയായ ഹി. ഈ പുരുഷന്റെ മായാചേഷ്ടിതം തന്നെയാണ് ഈ പ്രപഞ്ചത്തിന്റെ സ്ഥിതി ഉൽപ്പത്തി അപ്യയം, സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണമായി ഭവിക്കുന്നു. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം ഭഗവാന്റെ മായാലീലകളാണ്, അജ്ഞാനം കൊണ്ട് തോന്നുന്നതാണ് വാസ്തവം. അനുഗ്രഹ തന്നിവൃത്തേഹ ആത്മലാഭായ ച ഇഷ്യത്തെ. അപ്പോ തന്നിവൃത്തേഹ, അതിൽ നിന്നുള്ള നിവൃത്തിക്ക് ഹേതുവായിട്ട് ആത്മലാഭായ അനുഗ്രഹ ഇഷ്യത്തെ, ആത്മലാഭത്തിനായിക്കൊണ്ടുള്ള അനുഗ്രഹമായിട്ടത് ഭവിക്കുന്നു. ഭഗവാന്റെ ചേഷ്ട തന്നെ നമുക്കിതിൽ നിന്ന് നിവൃത്തിക്കുള്ള കാരണമായിട്ടും ഭവിക്കുന്നു. ഭഗവാന്റെ ചേഷ്ടിതങ്ങളെക്കുറിച്ച് നമ്മൾ വിചാരം ചെയ്യുമ്പോൾ നമ്മൾക്കും ഈ മായയിൽ നിന്ന് നിവർത്തിക്കാൻ, ഈ സംസാരത്തിൽ നിന്ന് നിവർത്തിക്കാൻ, ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളാകുന്ന ഈ പരമ്പരകളിൽ നിന്ന് നിവർത്തിക്കുവാനും കാരണമായിത്തീരുന്നു. ഭഗവാന്റെ ലീലകൾ, ഭഗവാന്റെ അവതാര ലീലകൾ ആത്മലാഭത്തിനും നിവൃത്തിക്കുമായിട്ട് കൽപ്പിക്കപ്പെടുന്നു. അനുഗ്രഹ ഇഷ്യത്തെ. അതിനെക്കുറിച്ച് വിചാരം ചെയ്യാം. ഇപ്പൊ ഭഗവാന്റെ ഈ അവതാര തത്വങ്ങളെക്കുറിച്ച് ആരാണോ അതിനെ ശരിയായ രീതിയിൽ വിചാരം ചെയ്യുന്നത്, അവര് ഈ ദേഹം ത്യജിച്ച് പിന്നീട് പുനർജന്മം അവരനുഭവിക്കുന്നില്ല എന്ന് ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ട്. ജന്മകർമ്മ ച മേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ ത്യക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സോർജുന. ഭഗവാന്റെ ജന്മകർമ്മങ്ങളുടെ രഹസ്യം, അതിന്റെ തത്വം ആരാണോ വേണ്ടതുപോലെ അറിയുന്നത്, ഉള്ളതുപോലെ അറിയുന്നത്, യഥാർത്ഥമായി വിചാരം ചെയ്ത് അറിയുന്നത്, ജന്മകർമ്മ ച മേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ യോ വേത്തി, അതിന്റെ യഥാർത്ഥ സ്ഥിതിയെക്കുറിച്ച് ആരറിയുന്നുവോ അവർ തെക്വാ ദേഹം പുനർജന്മ ന ഏതി, ദേഹം ത്യജിച്ച് വീണ്ടും അവർ ജന്മത്തെ പ്രാപിക്കുന്നില്ല. മാമേതി മാമേവ ഏതി, അവൻ എന്നെ തന്നെ പ്രാപിക്കുന്നു അർജുന. ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ച് വിചാരം ചെയ്യുന്നവർ ഭഗവാനെ തന്നെ പ്രാപിക്കുന്നു എന്നുള്ളതാണ് അനുഗ്രഹ തന്നിവൃത്തേഹേ ആത്മലാഭായ ച ഇഷ്യത്തെ എന്ന് ഭഗവാന്റെ അവതാരങ്ങളുടെ പ്രയോജനം ലോകത്തിനെന്താണെന്ന് പറയണം ശ്രീ ശുകബ്രഹ്മർഷി. ഭഗവാൻ ഒരു പ്രയോജനം ഉണ്ടായിട്ടല്ല, നമ്മൾക്ക് പ്രയോജനം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ അവതാരം. അക്ഷൗഹിണീനാം പതിഭിഃ അസുരൈർ നൃപലാഞ്ചനൈഃ ഭുവ ആക്രമ്യമാണായ അഭാരായ കൃതോദ്യമഃ. അക്ഷൗഹിണീനാം പതിഭിഃ അസുരൈർ നൃപലാഞ്ചനൈഃ ഭുവ ആക്രമ്യമാണായാഃ അഭാരായ കൃതോദ്യമഃ. ഭൂമിയുടെ ഭാരം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ അവതാരം എന്ന് മറ്റൊരു പ്രയോജനം വ്യാവഹാരിക ദൃഷ്ട്യ പറയണം. പാരമാർത്ഥിക ദൃഷ്ട്യ ഒരു പ്രയോജനവുമില്ല ഭഗവാനെ സംബന്ധിച്ച്. ഇവിടെ ഇപ്പൊ ഭഗവാൻ ഈ ലീല ചെയ്യുന്നത് എന്തിനു വേണ്ടി? നൃപലാഞ്ചനൈഹി അസുരൈഹി, രാജവേഷം കെട്ടിയിരിക്കുന്ന കപടന്മാരായ അസുരന്മാർ എന്ന് വെച്ചാൽ അസുര സ്വഭാവമുള്ളവരാണിപ്പോ രാജാക്കന്മാരാവുന്നത്. അവർ അക്ഷൗഹിണികളുടെ പതികളാണ്, വലിയ വലിയ സൈന്യങ്ങളുടെ നായകന്മാരായിട്ട് അവർക്ക് നല്ല എന്താ പറയുക ജനപിന്തുണയുണ്ട് അല്ലേ. അവരെ ഭയപ്പെട്ടുകൊണ്ട് അവർക്ക് ജനപിന്തുണ കൊടുക്കാൻ ആൾക്കാരുണ്ട്, മൂഢന്മാര് ധാരാളമുണ്ട് പിന്തുണയ്ക്കാനായിക്കൊണ്ട്. അപ്പൊ അങ്ങനെയുള്ള അസുര സ്വഭാവമുള്ള രാജവേഷം കെട്ടിയിരിക്കുന്ന കള്ളന്മാര് അവര് ആക്രമ്യമാണായാഹ ഭുവഹ, ഇങ്ങനെയുള്ള ആളുകളാൽ ആക്രമിക്കപ്പെടുന്ന ഭൂമിയുടെ അഭാരായ
ഭാരമില്ലാതെയാക്കുവാൻ, ഭൂമിയുടെ ഭാരമില്ലാതെയാക്കുവാൻ കൃതോദ്യമ, ഭഗവാനാൽ ചെയ്യപ്പെടുന്ന ഉദ്യമമാകുന്നു ഇത്. അവതാര ലീലകൾ ഭൂമിയുടെ ഭാരത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്യുന്നു. കള്ളന്മാര്, വഞ്ചകന്മാര്, ദുഷ്ടന്മാര്, അസുര സ്വഭാവമുള്ളവർ, സ്വാർത്ഥന്മാരാൽ ഈ ഭൂമി കീഴ്പ്പെടുത്തപ്പെടുമ്പോൾ, ആ ഭൂമിക്ക് ഭാരം താങ്ങാതെയാവുമ്പോൾ അതിനുവേണ്ടി ഭഗവാൻ അവതരിക്കുന്നു. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്നുള്ള ഭഗവാന്റെ വചനങ്ങൾ. കർമാണി അപരിമേയാണി മനസാപി സുരേശ്വരൈഹി സഹ സംഘർഷണശ്ചക്രേ ഭഗവാൻ മധുസൂദനഃ. ഭഗവാന്റെ അവതാരത്തെക്കുറിച്ച് ജനറലായിട്ട് പ്രയോജനം പറഞ്ഞിട്ട് ഇനി ഭഗവാൻ രാമകൃഷ്ണന്മാരായിട്ട് അവതരിച്ച് എന്തൊക്കെ ചെയ്തു എന്നുള്ളതിനെ ചുരുക്കി സൂചിപ്പിക്കുകയാണ്. കർമാണി അപരിമേയാണി മനസാപി സുരേശ്വരൈഹി സഹ സംഘർഷണശ്ചക്രേ ഭഗവാൻ മധുസൂദനഃ. സുരേശ്വരൈഹി മനസാ അപി അപരിമേയാണി കർമാണി. സുരേശ്വരന്മാർ, ദേവന്മാരുടെ നാഥന്മാര്, സാക്ഷാൽ ബ്രഹ്മദേവന് പോലും ചിന്തിക്കാനാവാത്തത് എന്നർത്ഥം. അതാണ് സുരേശ്വരൈഹി മനസാ അപി, അവർക്ക് മനസ്സുകൊണ്ട് പോലും അപരിമേയാണി, പരിമാണം കാണാൻ പറ്റാത്തത്, പരിമേയം ചെയ്യാൻ പറ്റാത്തത്, അപരിമേയങ്ങൾ അളക്കാൻ പറ്റാത്തത് എന്നർത്ഥം, എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്തത്. അങ്ങനെയുള്ള കർമാണി, ആ കർമ്മങ്ങളെ മധുസൂദനഃ ഭഗവാൻ സഹസംഘർഷണഃ ചക്രേ, മധുസൂദനനായ ഭഗവാൻ, മധുവിനെ സംഹരിച്ച ദുഷ്ടന്മാരെ സംഹരിക്കുന്നവനായ ഭഗവാൻ സഹസംഘർഷണഃ, സംഘർഷനോടുകൂടെ ചക്രയെ ചെയ്തു. അപ്പൊ ദേവന്മാർക്ക് പോലും അചിന്ത്യമായ, എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്ഭുതങ്ങളായ ലീലകളാണ് ഭഗവാനും ബലരാമസ്വാമിയോടുകൂടെ ചെയ്തത് എന്ന് പറയാം. കലൗ ജനിഷ്യമാനാനാം ദുഃഖശോകതമോനുദം അനുഗ്രഹായ ഭക്താനാം സുപുണ്യം വ്യതനോദ്യശഃ. കലൗ ജനിഷ്യമാനാനാം ദുഃഖശോകതമോനുദം അനുഗ്രഹായ ഭക്താനാം സുപുണ്യം വ്യതനോദ്യശഃ. കലൗ ജനിഷ്യമാനാനാം, ഈ കലിയുഗത്തിൽ ജനിക്കാനിരിക്കുന്നവർക്ക്, കലിയുഗത്തിന്റെ ആരംഭത്തിലാണ് ഇപ്പൊ പരീക്ഷിത്ത് രാജാവിന് സുഖബ്രഹ്മർഷി കഥ പറഞ്ഞു കൊടുക്കുന്നത്. കലിയുഗം ആരംഭിച്ച് ഏതാനും വർഷങ്ങളെ ആയിട്ടുള്ളൂ, 36 വർഷം മറ്റേ ആയിട്ടുള്ളൂ പരീക്ഷിത്ത് ഈ രാജ്യം ഉപേക്ഷിച്ച് ഗംഗാതീരത്ത് സപ്താഹം കേൾക്കാനിരിക്കുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ 36-ാം വയസ്സിലാണ് ഭഗവാൻ സ്വധാമം പോകിയത്. അത് കഴിഞ്ഞാണ് പാണ്ഡവന്മാര് പരീക്ഷത്തിനെ രാജാവാക്കി വാഴിച്ചത്. അത് കഴിഞ്ഞ് പിന്നെയും അദ്ദേഹം ഒരു 36 വർഷത്തോളം രാജ്യഭാരം എടുത്തു. ഇപ്പൊ പരീക്ഷത്തിന് ഒരു 72ഓളം വയസ്സുണ്ടാവും, സപ്തതി ആഘോഷിച്ചിട്ടുണ്ടാവും. ഈ സമയത്താണ് ശ്രീ സുഖബ്രഹ്മർഷി ഇത് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് കലി തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനിയും കിടക്കണു 3 ലക്ഷത്തിൽ ചില്ലുവാനും വർഷങ്ങൾ കലി, അല്ലേ? അപ്പോ കലൗ ജനിഷ്യമാനാനാം, കലിയുഗത്തിൽ ജനിക്കാൻ പോകുന്നവർക്ക് ദുഃഖശോകതമോനുതം അനുഗ്രഹായ ഭക്താനാം, ആ ഭക്താനാം, ജനിഷ്യമാനാനാം ഭക്താനാം, ഭഗവത് ഭക്തന്മാരുടെ ദുഃഖശോക തമോനുതം, ദുഃഖത്തെയും ശോകത്തെയും തമസ്സിനെയും നശിപ്പിക്കുന്നത്. നുതം എന്ന് പറഞ്ഞാൽ അതിനെ നശിപ്പിക്കുന്നത്. അപ്പൊ ദുഃഖം അവരുടെ ക്ലേശങ്ങള്, ശോകം എന്ന് പറഞ്ഞാൽ അവരുടെ മാനസികമായിട്ടുള്ള വ്യസനങ്ങള്, തമസ് എന്ന് പറയുമ്പോൾ അവരുടെ ബുദ്ധിയുടേതായിട്ടുള്ള അജ്ഞാനം. അങ്ങനെ അവരുടെ ശാരീരിക ക്ലേശങ്ങൾ, ഭൗതിക ക്ലേശങ്ങൾ, അതുപോലെ മാനസിക ക്ലേശങ്ങൾ, അതുപോലെ ബുദ്ധിയുടേതായിട്ടുള്ള അജ്ഞാനം, ഇതിനെയെല്ലാം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ സുപുണ്യം യശഃ വ്യതനോത്, അത്യന്തം പുണ്യത്തെ ജലിപ്പിക്കുന്നതായിട്ടുള്ള യശസ്സിനെ, ഭഗവാന്റെ കീർത്തിയെ, ഭഗവാന്റെ ലീലകളെ വ്യതനോത് വിസ്തരിച്ചു. ആ ലീലകൾ ഓരോന്നും കേൾക്കുകയും കീർത്തിക്കുകയും സ്മരിക്കുകയും അല്ലെ ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള ആളുകൾക്ക് അവരുടെ അന്ധക്കരണം ശുദ്ധമാവുകയും അതിലൂടെ അവരുടെ ബുദ്ധിയിലുള്ള അജ്ഞാനം നീങ്ങി ആ പരമമായിട്ടുള്ള ജ്ഞാനം ലഭിക്കാൻ
കാരണമായി തീരുകയും ചെയ്യുന്നു. അങ്ങനെ അവരുടെ എല്ലാ ദുഃഖങ്ങളും ഇല്ലാതാക്കുന്നതാണ് ഭഗവാന്റെ ലീലകൾ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇത്രയും വിസ്തരിച്ച് കുറേ ലീലകൾ ചെയ്തത്. അല്ലാതെ ദുഷ്ടന്മാരെ ഹരിക്കൽ മാത്രമല്ല, ഭൂമിയുടെ ഭാരം തീർക്കൽ മാത്രമല്ല ഭഗവാന്റെ അവതാര ദൗത്യം. അതിനാണെങ്കിൽ ഭഗവാന് നിസ്സാരമായിട്ട് സങ്കല്പം കൊണ്ട് ചെയ്യാമായിരുന്നു. അപ്പൊ പിന്നെ വരാനിരിക്കുന്ന തലമുറകളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ അവതാര ലീലകള്. കലൗ ജനിഷ്യമാനാനാം ദുഃഖശോകതമോനുദം അനുഗ്രഹായ ഭക്താനാം സുപുണ്യം വ്യതനോ യശഃ യസ്മിൻ സത്കർണപീയൂഷേ യശസ്തീർത്ഥവരേ സകൃത ശ്രോത്രാഞ്ജലിരുപസ്പൃശ്യ ധുനുതേ കർമ്മവാസനാം. യസ്മിൻ സത്കർണപീയൂഷേ യശസ്തീർത്ഥവരേ സകൃത ശ്രോത്രാഞ്ജലിരുപസ്പൃശ്യ ധുനുതേ കർമ്മവാസനാം. യസ്മിൻ ഏതൊരു ഭഗവാന്റെ കഥകൾ, ആ യശസ്സിൽ എന്ന് പറഞ്ഞു, വ്യതനോ യശഃ, ആ ഭഗവാന്റെ യശസ് എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ലീലകൾ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള സത്കർണ പീയൂഷേ എന്ന് പറയുന്നുണ്ട്. സജ്ജനങ്ങളുടെ കർണങ്ങൾക്ക് പീയൂഷമാണ്, അമൃതാണ് ഭഗവാന്റെ കഥകൾ. എത്ര കേട്ടാലും മതിയാവില്ല സജ്ജനങ്ങൾക്ക് ഭഗവാന്റെ കഥകള്. അപ്പൊ സത്കർണ പീയൂഷമായിരിക്കുന്ന യസ്മിൻ യശസ് തീർത്ഥവരെ, യശസ്സാകുന്ന തീർത്ഥശ്രേഷ്ഠം, ഗംഗയേക്കാൾ കേമമാണ് ഭഗവാന്റെ കീർത്തി, ഭഗവാന്റെ ലീലകൾ. അല്ലേ? നമ്മള് ദശമസ്കന്ധം അവസാനം ശ്രീ സുഖബ്രഹ്മർഷി പറയുന്നുണ്ട്, തീർത്ഥം ചക്രേ നൃപ ഊനം. ഭഗവാന്റെ സ്വസരിത് പാദശൗചം, സ്വർഗത്തിലെ സരിത്തായ ഭഗവാന്റെ പാദശൗചം ചെയ്ത ആ ഗംഗ എന്ന തീർത്ഥത്തെ, സാക്ഷാൽ ഗംഗ എന്ന തീർത്ഥത്തെ ഭഗവാന്റെ ഈ യാദവകുലത്തിലുള്ള ജന്മവും അദ്ദേഹത്തിന്റെ ലീലയും കൊണ്ട് നിസാരമാക്കി ചെയ്തു. അപ്പൊ ഗംഗ ഭഗവാന്റെ ഈ ലീലകളാകുന്ന ലീലാമൃതത്തിന്റെ മുമ്പിൽ, ലീലാപ്രവാഹത്തിന്റെ മുമ്പിൽ നിസാരമായി തീർന്നു എന്ന് പറയുന്നുണ്ട്. അതാണ് ഇവിടെ യശസ് തീർത്ഥവരെ, തീർത്ഥങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമാണ് ഭഗവാന്റെ യശസ്. ഈ ഭാഗവതം, അതിൽ കുളിക്കുന്നതാണ് ഏറ്റവും വലിയ സ്നാനം. അപ്പോൾ അത് അങ്ങനെയുള്ളത് കർണം കൊണ്ട് ആരാണോ ശ്രവിക്കുന്നത്, അതാണ് സകൃത്ത്. ഒരിക്കലെങ്കിലും ശ്രോത്രാഞ്ജലി ഉപസ്പൃശ്യ, ആ ശ്രോത്രാഞ്ജലി, ശ്രോത്രമാകുന്ന അഞ്ജലി കൊണ്ട്, അഞ്ജലി എന്ന് പറഞ്ഞാൽ കൈക്കുമ്പിൾ പോലെ കുമ്പിളാക്കിക്കൊണ്ട് ചെവിയെ ശ്രോത്രമാകുന്ന അഞ്ജലി പുടം കൊണ്ട് സകൃത ഉപസ്പൃശ്യ, ഒരിക്കലെങ്കിലും സ്പർശിച്ചാൽ, ഒരു ആചമനമെങ്കിലും ചെയ്താൽ, ഒന്ന് സ്പർശിച്ചാൽ മതി, അവന്റെ കർമ്മവാസനാം ദുനുതേ, അവന്റെ കർമ്മവാസനകളെ അത് നശിപ്പിച്ചു കളയും. ഭഗവാന്റെ കഥകള് കേൾക്കാനിടയുണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവന് ഭൗതിക വാസനകൾ കുറഞ്ഞു കുറഞ്ഞ് ഭഗവാനോടുള്ളതായിട്ടുള്ള ആഭിമുഖ്യം വർദ്ധിച്ചു വരും. സത്യത്തോടുള്ള ആഭിമുഖ്യം വർദ്ധിച്ചു വരും. മിഥ്യയിൽ നിന്നവൻ അകന്നകന്നു പോരും. മിഥ്യയോട് ആസക്തി കുറഞ്ഞ് അസംഗനായിത്തീരും. സത്യത്തോട് ആഭിമുഖ്യം വർദ്ധിച്ച് ഭക്തനായിത്തീരും. ഇതാണ് ഭഗവാന്റെ കഥ. അല്പമെങ്കിലും ചെവിയെ സ്പർശിച്ചിട്ടുണ്ടെങ്കിലുള്ള ഗുണം. ദുനുതേ കർമ്മവാസന. അപ്പൊ അവന്റെ ഭൗതികമായിട്ടുള്ള അലച്ചിലുകൾക്കൊക്കെ ഒരു ശമനമുണ്ടാകും. ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി നെട്ടോട്ടം കുറിയോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നവരൊക്കെ പതുക്കെ അതിൽ നിന്ന് വിരമിക്കും. എന്നിട്ടോ എവിടെയാണ് ഭഗവാന്റെ കഥകൾ കേൾക്കാനുള്ള സൗകര്യമുള്ളത് അവിടേക്ക് കാതോർക്കും. കാരണം അതാണ് കൂടുതൽ സുഖമുള്ള പരിപാടി, അതാണ് മനസ്സിന് തൃപ്തി തരുന്നത്, ആനന്ദം തരുന്നത്, ധൈര്യം തരുന്നത്, എല്ലാ പീഡകളെയും അകറ്റുന്നത് എന്ന് വിവേകമുള്ളവർക്കൊക്കെ ബോധ്യം വരും. അതുകൊണ്ട് തന്നെ അവര് ഭൗതിക കാര്യങ്ങളിൽ നിന്നുള്ള ശ്രദ്ധ ചുരുക്കി വിരമിച്ച് വിരക്തരായി നിവൃത്തിയിലേക്ക് വരും, ഭഗവാനിലേക്ക് തിരിച്ചു വരും. യാതൊരു സംശയവും വേണ്ട. യസ്മിൻ സത്കർണ പീയൂഷേ യശസ്തീർത്ഥവരേ സകൃത് ശ്രോത്രാഞ്ജലിരുപസ്പൃശ്യ ധുനുതേ കർമ്മവാസനാം. ഭോജവൃഷ്ണ്യന്തക മധുശൂരസേന ദശാർഹകൈഃ
ശ്ലാഘനീയേ ഹിത ശശ്വത കുരുസൃഞ്ജയ പാണ്ഡുഭിഃ സ്നിഗ്ധസ്മിതേക്ഷിതോദാരൈഃ വാക്യൈർവിക്രമലീലയാ നൃലോകം രമയാമാസ മൂർത്യാ സർവാംഗരമ്യയാ ഭോജവൃഷ്ണ്യന്തക മധുശൂരസേന ദശാർഹകൈഃ ശ്ലാഘനീയേ ഹിത ശശ്വത കുരുസൃഞ്ജയ പാണ്ഡുഭിഃ സ്നിഗ്ധസ്മിതേക്ഷിതോദാരൈർവാക്യൈർവിക്രമലീലയാ നൃലോകം രമയാമാസ മുഹൂർത്യാ സർവാംഗരമ്യയാ. ആ ഭഗവാൻ എല്ലാവരാലും അതിശയത്തോടെ ആദരവോടെ പുകഴ്ത്തപ്പെടുന്നവനായിട്ട് ശ്ലാഘനീയ ഈഹിതഃ, ശ്ലാഘനീയം ശ്ലാഘിക്കപ്പെടുവാൻ യോഗ്യങ്ങളായിട്ടുള്ള ഈഹിതങ്ങൾ, പ്രവൃത്തികൾ, കർമ്മങ്ങൾ, വ്യാപാരങ്ങൾ. ഇപ്പൊ ഭഗവാന്റെ ഓരോ വ്യാപാരങ്ങളും അത് ശ്ലാഘനീയം, പ്രശംസനീയം എന്നർത്ഥം. അപ്പൊ അങ്ങനെയുള്ള ഈഹിതങ്ങളോടുകൂടി എല്ലാവരാലും സ്തുതിക്കപ്പെട്ടു. അതാണ് ശശ്വത, എല്ലായ്പ്പോഴും ഭോജന്മാരാലും വൃഷ്ണികളാലും അന്ധകന്മാരാലും മധുവംശജന്മാരാലും ശൂരസേന വംശജന്മാരാലും ദശാർഹകന്മാരാലും കുരുവംശത്താലും സൃഞ്ജയന്മാരാലും പാണ്ഡുഭിഃ ഇവരാൽ എല്ലാവരാലും ശ്ലാഘനീയ ഈഹിത. ഇദ്ദേഹത്തിന്റെ ഈഹിതങ്ങളെ ഇവരെല്ലാവരും ശ്ലാഘനം ചെയ്യാൻ തുടങ്ങി. ഇവരൊക്കെ യദുവംശത്തിലും പൂരുവംശത്തിലും വന്നവരാണ്. കുരു സൃഞ്ജയ പാണ്ഡുഭിഃ എന്ന് പറഞ്ഞത് പൂരുവംശത്തിന്റെ അവസാന കണ്ണികളാണ്. ഭോജ വൃഷ്ണി അന്തക മധു ശൂരസേന ദശാർഹകന്മാരൊക്കെ യദുവംശത്തിലെ കണ്ണികളാണ്. ഇവരൊക്കെ യദുവംശം തന്നെയാണ്. യദുവംശത്തിലെ അവാന്തര ശാഖകളാണ് ഭോജവംശം, വൃഷ്ണിവംശം, അന്തകവംശം, മധുവംശം, ശൂരസേന വംശം, ദശാർഹക വംശം. അപ്പൊ ബന്ധുക്കളൊക്കെ കൃഷ്ണന്റെ ലീലകളെ പുകഴ്ത്താൻ തുടങ്ങി. അതുപോലെ പൂരുവിന്റെ വംശത്തിലുള്ള കൗരവന്മാരും പാണ്ഡവന്മാരും സൃഞ്ജയന്മാരും അങ്ങനെയുള്ളവരും ഒക്കെ ഭഗവാന്റെ ഈഹിതങ്ങളെ ശ്ലാഘനം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എപ്പോഴും ശശ്വത എന്ന് പറയുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് അദ്ദേഹം തന്റെ മൂർത്തിയെ കൊണ്ട്, തന്റെ സുന്ദരമായ സർവാംഗരമ്യ മൂർത്തിയ, എല്ലാ അവയവങ്ങളും സൗന്ദര്യോത്തരതോപി സുന്ദരതരം തദ്രൂപം ആശ്ചര്യതോപി ആശ്ചര്യം ഭുവനേ ന കസ്യ കുതുകം പുഷ്ണാദി വിഷ്ണോ വിഭോ എന്ന് മേൽപ്പത്തൂര് പാടിയ ആ സർവാംഗരമ്യയാ മൂർത്തിയ, സാക്ഷാൽ മന്മഥനായ ഭഗവാന്റെ മൂർത്തി, ആ മൂർത്തിയെ കൊണ്ടും അതുപോലെ സ്നിഗ്ധസ്മിത ഈക്ഷിത ഉദാരൈഹി വാക്യൈഹി വിക്രമലീലയ, സ്നിഗ്ധ എന്ന് പറഞ്ഞാൽ സ്നേഹപൂർവമായത്, നല്ല മൃദുവായി സ്നേഹപൂർവമാണ് എല്ലാവരോടും സംസാരിക്കുക. അതുപോലെ സ്മിതം, മന്ദസ്മിതത്തോടുകൂടിയ, ഈക്ഷിതം അദ്ദേഹത്തിന്റെ കടാക്ഷം, നോട്ടം. അപ്പൊ മന്ദസ്മിതത്തോടെ കടാക്ഷിച്ചുകൊണ്ട് ഉദാരൈഹി, ഉദാരങ്ങളായ വാക്യൈഹി, വാക്യങ്ങളെ കൊണ്ടും, ഭഗവാന്റെ വാക്യങ്ങൾ സ്നിഗ്ധമായത്, സ്മിതത്തോടുകൂടിയത്, കടാക്ഷത്തോടുകൂടിയത്, ഉദാരങ്ങളായിരിക്കുന്നത്, വളരെ സന്തോഷിപ്പിക്കുന്നത് എന്നർത്ഥം. കേൾക്കുന്നവരുടെ മനസ്സിനെ കുളിർപ്പിക്കുന്നതാണ്. അവരുടെ ആഗ്രഹങ്ങളൊക്കെ മനസ്സിലാക്കി അവരുടെ മനോരഥത്തെ സാധിച്ചു കൊടുക്കുന്നതാണ് ഭഗവാന്റെ വാക്കുകൾ. അങ്ങനെയുള്ള ഉദാരങ്ങളായ വാക്യൈഹി, അതുപോലെ വിക്രമ ലീലയ, അദ്ദേഹത്തിന്റെ പരാക്രമങ്ങളെ പ്രകടിപ്പിക്കുന്ന ലീലകളെ കൊണ്ടും, അതുപോലെ സർവാംഗരമ്യ മൂർത്തിയ, എല്ലാ അവയവങ്ങളും അതിമനോഹരങ്ങളായിരിക്കുന്ന ഓരോ അംഗപ്രത്യംഗങ്ങളും ആസ്വദിക്കാൻ എല്ലാവരെയും പ്രേരിപ്പിക്കുന്ന അത്രയും സൗന്ദര്യധാമമായിരിക്കുന്ന ഭഗവാന്റെ മൂർത്തി കൊണ്ടും നൃലോകം രമയാമാസ, നരലോകത്തെ രമിപ്പിച്ചു. എന്നുവെച്ചാൽ ചുറ്റുമുള്ള ആണിനെയും പെണ്ണിനെയും കുട്ടികളെയും വൃദ്ധന്മാരെയും എല്ലാവരെയും, ആബാലവൃദ്ധൻ ജനങ്ങളെയും രമിപ്പിച്ചു. അവരുടെയൊക്കെ മനസ്സിൽ ഒരിക്കൽ കൃഷ്ണനെ കണ്ടുകഴിഞ്ഞാൽ ആ കൃഷ്ണരൂപം എപ്പോഴും തെളിഞ്ഞു നിൽക്കും. അപ്പൊ എല്ലാവർക്കും സന്തോഷം നൽകുന്ന ആ മൂർത്തിയെ കൊണ്ടും ഭഗവാൻ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ടേയിരുന്നു. 125 വർഷമാണ് ഭൂമിയിൽ ഭഗവാൻ ലീല ചെയ്തത്. അപ്പൊ ആ ഭഗവാന്റെ ലീലകളെ സംഗ്രഹിക്കുകയാണ് ഇനി. യസ്യാനനം മകരകുണ്ടലചാരുകർണഭ്രാജത്കപോല സുഭഗം
സവിലാസഹാസം നിത്യോത്സവം ന തതൃഭുഃ ദൃശിഭിഃ പിപന്ത്യോ നാര്യോ നരാശ്ച മുദിതാ കുപിതാ നിമേശ്ച യസ്യാനനം മകരകുണ്ടലചാരുകർണഭ്രാജത്കപോലസുഭഗം സവിലാസഹാസം നിത്യോത്സവം ന തതൃഭുഃ ദൃശിഭിഃ പിപന്ത്യോ നാര്യോ നരാശ്ച മുദിതാ കുപിതാ നിമേശ്ച. ഭഗവാന്റെ ആനനത്തെ വിശേഷിപ്പിക്കണം. യസ്യ ആനനം, ഏതൊരു ഭഗവാന്റെ മുഖം, കീദൃശം മകരകുണ്ടലചാരുകർണഭ്രാജത്കപോലസുഭഗം സവിലാസഹാസം നിത്യോത്സവം. ഇതൊക്കെ ഭഗവാന്റെ മുഖത്തെ വിശേഷിപ്പിച്ച വാക്കുകളാണ്. ഇതൊക്കെയാണ് മകരകുണ്ടല ചാരു കർണഭ്രാജത് കപോല സുഭകം. മകരകുണ്ടലം ഭഗവാന്റെ കാതുകളിൽ ആ മത്സ്യാകൃതിയിലുള്ള കുണ്ടലങ്ങൾ, രത്നങ്ങൾ കൊണ്ടുള്ള കുണ്ടലങ്ങൾ. ആ കുണ്ടലങ്ങൾ ചാരുവായി ഭ്രാജിക്കുന്നു, കർണത്തിൽ ഭ്രാജിക്കുന്നു, മനോഹരമായ ചെവികളിൽ ശോഭിക്കുന്നു, വെട്ടിത്തിളങ്ങുന്നു. ആ വെട്ടിത്തിളങ്ങുന്ന ആ കർണഭൂഷണങ്ങൾ കൊണ്ട് കപോല സുഭകം, ഈ കവിൾത്തടങ്ങൾ നല്ല സുന്ദരമായിരിക്കും, ഒന്നുകൂടെ തിളങ്ങുന്നു. കവിൾത്തടങ്ങൾ, ഭഗവാന്റെ കവിളുകൾ മരതക കണ്ണാടി പോലെ അല്ലേ, അതില് ഈ കാതിലെ കുണ്ടലങ്ങൾ വെട്ടിത്തിളങ്ങുമ്പോൾ ഒന്നുകൂടെ ശോഭയേറുന്നു. അപ്പൊ അങ്ങനെയുള്ള തിളങ്ങുന്ന മുഖത്തോടു കൂടിയതും സവിലാസഹാസം, വിലാസത്തോടുകൂടിയ പുഞ്ചിരിയോടുകൂടിയതാണ് ഭഗവാന്റെ മുഖം. എപ്പോഴും എന്താ പറയാ, ആ നിലാവ് പൊഴിക്കുന്ന ചന്ദ്രനെ പോലെ, പൂർണ്ണചന്ദ്രനെ പോലെ ശോഭിക്കുന്നതായിട്ടുള്ള ഭഗവാന്റെ മുഖം, എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ആ ഭാവം, കാരുണ്യവും സ്നേഹവും വഴിയുന്ന മുഖം. അങ്ങനെയുള്ള വിലാസഹാസം നിത്യോത്സവം, എപ്പോഴും ആ ഉത്സവം എന്ന് പറഞ്ഞാല് ആനന്ദം വഴിഞ്ഞൊഴുകുന്നത്. ഉത്സവം എന്നാൽ ഉയർന്ന് സവിക്കുന്നതാണ് അല്ലെ, ആനന്ദം ഉയർന്നൊഴുകുന്നതിനെയാണ് ഉത്സവം എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാന്റെ മുഖത്ത് തന്റെ ഉള്ളിലുള്ള ആത്മജ്ഞാനത്തിന്റെ ആ ആനന്ദ പ്രകടനം എപ്പോഴും ഉണ്ട്. അത് മറ്റുള്ളവരിലും അത് പ്രതിഫലിപ്പിക്കും. അടുത്ത് ചെല്ലുന്നവർക്കൊക്കെ ആനന്ദം പകർന്നു കൊടുക്കുകയാണ്. സന്തോഷിക്കുന്നവരുടെ അടുത്തേക്ക് ചെന്നു കഴിഞ്ഞാൽ നമുക്കും സന്തോഷം പകർച്ചവ്യാധിയായി മാറും. അപ്പൊ എപ്പോഴും നിറഞ്ഞ ആനന്ദത്തോടു കൂടിയിരിക്കുന്ന ഭഗവാന്റെ സാമീപ്യം എല്ലാവർക്കും ആനന്ദം കൊടുത്തു. അതാണ് നിത്യോത്സവം. അങ്ങനെയുള്ള ഭഗവാന്റെ ആ ദൃശിഭിഹി പിപന്ത്യഃ നാര്യഃ നരാഹ ന തതൃപുഃ. ന തതൃപുഃ എന്ന് പറഞ്ഞാല്, തതൃപുഃ എന്ന് പറഞ്ഞാൽ തൃപ്തരായി എന്നാണ്. ന തതൃപുഃ, തൃപ്തരായില്ല. എത്ര കുടിച്ചിട്ടും അവർക്ക് മതിയാവുന്നില്ല എന്നർത്ഥം. ആ ഭഗവാന്റെ ആനനത്തെ ദൃശിഭിഹി പിപന്ത്യഃ, ദൃഷ്ടികളെ കൊണ്ട് പാനം ചെയ്യാണ്. അമൃതം പാനം ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ ചകോരങ്ങൾ നിലാവിനെ പാനം ചെയ്യുന്നത് പോലെ എന്നൊക്കെ പറയാം. ഇവരുടെ കണ്ണുകൾ ആ ചകോരങ്ങളെ പോലെ, നിലാവ് പാനം ചെയ്യുന്ന ചകോരങ്ങളെ പോലെ ഭഗവാന്റെ ആ മുഖ സൗന്ദര്യത്തെ പാനം ചെയ്യുന്നവയായിരുന്നു ഈ സ്ത്രീകളുടെ നാരികളും അവരുടെ ദൃഷ്ടികളെ കൊണ്ട് പാനം ചെയ്യുന്നു. നരാശ്ച, ഇനി ആണുങ്ങളും മോശമല്ല, എല്ലാ പുരുഷന്മാർക്കും ഈ ശ്രീകൃഷ്ണന്റെ സൗന്ദര്യം, അദ്ദേഹത്തിന്റെ ഭാവങ്ങൾ എല്ലാം സന്തോഷം നൽകിയിരുന്നു. അതുകൊണ്ട് അവരെപ്പോഴും മുദിതാഹ, അത് കുടിക്കുന്നവരായിട്ടുള്ള അവരുടെ ഉള്ളില് മോദമുണ്ട്. തൃപ്തിയാവുന്നില്ലെങ്കിലും മോദമുണ്ട് എന്നർത്ഥം. എത്ര കുടിച്ചാലും മതിയാവില്ല, എങ്കിലും അവർ സന്തോഷിക്കുന്നു. മുദിതാഹ. എന്നാൽ കുപിതാ നിമേശ്ച, നിമേഹെ എന്ന് പറഞ്ഞാൽ നിമിയുടെ നേർക്ക്, നിമി എന്ന് പറഞ്ഞാൽ കൺപീലികളാണ്. അതിങ്ങനെ ഇടയ്ക്ക് അടയും അല്ലേ. കണ്ണ് ഇമ വെട്ടുക എന്നുള്ളത് മനുഷ്യ സഹജമായിട്ടുള്ളൊരു ഇതാണ്. നമുക്ക് നിയന്ത്രണമില്ലാത്ത കാര്യമാണ്. നിയന്ത്രണം ഉണ്ടെങ്കിൽ നമുക്ക് തുറന്നു വെക്കാം എപ്പോഴും അല്ലെ. നിയന്ത്രണം ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് അതിനെ നിയന്ത്രിക്കാനായിട്ട് നമ്മള് പരീക്ഷയ്ക്ക് പഠിക്കുന്നതായിട്ടുള്ള കുട്ടികൾ വല്ല എന്താ പറയുക, എന്തെങ്കിലും തീപ്പെട്ടിക്കൊള്ളിയോ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ തുറന്നു വെക്കുക രാത്രി നേരത്ത്. നമ്മളറിയാതെ നമ്മുടെ നിയന്ത്രണം വിട്ട് അടഞ്ഞു പോകുന്നു. അപ്പൊ ആ നിമിയുടെ നേരെ കുപിതാഹ, ഭഗവാനെ ആസ്വദിച്ചുകൊണ്ടേയിരിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ആ കണ്ണിങ്ങനെ പീലി വെട്ടുന്ന സമയം പോലും അവർക്ക് സഹിക്കാനാവുന്നില്ല. അതൊരു ചെറിയ വിരഹം ഉണ്ടാക്കുന്നു. ഭഗവാന്റെ രൂപത്തിനൊരു മറവ് സൃഷ്ടിക്കുന്നു.
അതുകൊണ്ട് ആ നിമിയെ ശപിക്കുന്നു, അല്ലെങ്കിൽ നിമിയുടെ നേർക്ക് കോപമുണ്ടാകുന്നു എന്നറിയാം. ഗോപികാഗീതത്തിലെ ഗോപികമാര് പാടുന്നുണ്ട്, ആ പക്ഷമകൃത് നൃണാം പക്ഷമകൃത്ത്, നരന്മാർക്ക് പക്ഷമത്തെ ഉണ്ടാക്കിയവൻ ആ ബ്രഹ്മദേവൻ ജഡനാണ്, മന്ദബുദ്ധിയാണെന്ന് പറയുന്നുണ്ട്. ജഡ ഉദീക്ഷതാം പക്ഷമകൃത് നൃണാം, ഉദീക്ഷതാം നൃണാം പക്ഷമകൃത്ത് ജഡ. ഉദീക്ഷത എന്ന് പറഞ്ഞാൽ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നവരായ നൃണാം നരന്മാർക്ക് പക്ഷമകൃത്ത്, പക്ഷമം എന്നാലും നിമി തന്നെയാണ് കൺപീലികൾ. ആ കൺപീലികൾ ഉണ്ടാക്കിയ ആ സൃഷ്ടികർത്താവ് ബ്രഹ്മദേവനുണ്ടല്ലോ, ആളൊരു ജഡനാണ്, ഒന്നിനെ കൊള്ളില്ല, അയാളെ ഏൽപ്പിച്ച പണി ചെയ്തിട്ടില്ല മര്യാദയ്ക്ക്, മന്ദബുദ്ധിയാണ്, മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്ന് ഗോപികമാര് ബ്രഹ്മാവിനെ ശപിക്കുകയാണ്. അവിടെ ബ്രഹ്മാവിനെ പരിഹസിക്കുകയാണ്, പണി അറിയാത്തവൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതുപോലെ ഇവിടെ കുപിതാ നിമേശ്ച, നിമിയുടെ നേർക്ക് കോപിക്കുന്നു എന്നർത്ഥം. നമ്മുടെ നിമി ചക്രവർത്തിയുമാണ് നമ്മുടെ കൺപീലികളിൽ ഇരിക്കുന്നത്, അല്ലേ? നിമിക്ക് ശാപം കൊണ്ട് ദേഹം പോയപ്പോൾ പിന്നീട് അദ്ദേഹത്തിന് ഇരിക്കാനുള്ള സ്ഥാനം കൊടുത്തത് നമ്മുടെ കൺപീലികളിലാണ്. അപ്പൊ ആ നിമിയുടെ നേരെയാവാൻ കോപം. കഥയറിയുന്നവർ നിമിയുടെ നേരെ കോപിക്കാം, അല്ലാത്തവര് കൺപീലികളോട് കോപിക്കാം. യസ്യാനനം മകരകുണ്ടല ചാരുകർണഭ്രാജത്കപോല സുഭഗം സവിലാസഹാസം നിത്യോത്സവം ന തതൃപുഃ ദൃശിഭിഃ പിപന്ത്യോ നാര്യോ നരാശ്ച മുദിതാ കുപിതാ നിമേശ്ച. ജാതോ ഗതഃ പിതൃഗൃഹാത് വ്രജമേധിതാർത്തോ ഹത്വാ റിപൂൻ സുതശതാനി കൃതോരുദാരഃ ഉൽപാദ്യതേഷു പുരുഷഃ ക്രതുഭിഃ സമീജേ ആത്മാനമാത്മനിഗമം പ്രദയൻ ജനേഷു. ജാതോ ഗതഃ പിതൃഗൃഹാത് വ്രജമേദിതാർത്ഥോ ഹത്വാ റിപൂൻ സുതശതാനി കൃതോരുദാരഃ ഉൽപാദ്യതേഷു പുരുഷഃ ക്രതുഭിഃ സമീജേ ആത്മാനമാത്മനിഗമം പ്രദയൻ ജനേഷു. ആ പുരുഷ എന്ന് പറഞ്ഞത് സാക്ഷാൽ വിരാട് പുരുഷൻ നാരായണൻ. ആ പുരുഷൻ തന്നെയാണ് ഭഗവാൻ ജാതഃ, ജാതനായി വസുദേവ ദേവകി പുത്രനായിട്ട് ജനിച്ചതുപോലെ കാണിച്ചു നാടകം. അപ്പൊ ജാതഃ. പിന്നെയോ ഗതഃ പിതൃഗൃഹാത്, പിതൃഗൃഹാത് ഗതഃ, ജനിച്ച ഉടനെ തന്നെ ആ പിതാവിന്റെ ഗൃഹത്തിൽ നിന്ന്, അഥവാ ആ അച്ഛനും അമ്മയും കിടക്കുന്ന കാരാഗൃഹത്തിൽ നിന്ന് അവരെ ഉപേക്ഷിച്ചുകൊണ്ട് അവരോട് തന്നെ പറഞ്ഞ് യശോദയുടെ അടുത്തേക്ക്, നന്ദന്റെ ഗൃഹത്തിലേക്ക് എത്തിച്ചേർന്നു. അതാണ് ഗതഃ പിതൃഗൃഹാത്. ജാതമാത്രൻ ജനിച്ച ഉടനെ തന്നെ പിതൃഗൃഹത്തിൽ നിന്ന് പോയി. എന്നിട്ടോ വ്രജംഗതഃ, വ്രജത്തിലേക്കാണ് പോയത്, ഗോകുലത്തിലേക്കാണ് പോയത്. അവിടെ ചെന്ന് ഏദിതാർത്ഥഃ, ഏദിതാർത്ഥഃ എന്ന് പറഞ്ഞാൽ തന്റെ കാര്യങ്ങൾ, പ്രയോജനങ്ങളെ വർദ്ധിപ്പിച്ചിട്ട് എന്ന് വെച്ചാൽ വേണ്ടതുപോലെ സാധിപ്പിച്ചിട്ട് എന്നർത്ഥം. എന്തിനാണ് തന്റെ അവതാരം? ആ കാര്യം സാധിക്കുകയാണ്. എന്താണ്? തന്റെ ബാലലീലകൾ, 11 വയസ്സുവരെയുള്ള ഭഗവാന്റെ ആ ലീലകളാണ് എന്നും അത്ഭുതമായിട്ട് എല്ലാവരാലും സ്മരിക്കപ്പെടുന്നത്. അവിസ്മരണീയങ്ങളായിട്ടുള്ള, അത്ഭുതങ്ങളായിട്ടുള്ള ആ ലീലകളിലൂടെ കാര്യസാധ്യം. ഏതൊക്കെ കാര്യം സാധിക്കണോ? ദുഷ്ടന്മാരുടെ നിഗ്രഹം, കംസൻ അയക്കുന്നതായിട്ടുള്ള ഓരോരോ ദുഷ്ടന്മാരെയും നിഗ്രഹിച്ച് അവസാനം കംസനെയും നിഗ്രഹിക്കുന്നു. അപ്പൊ ആ കാര്യവും സാധിക്കുന്നു. കൂട്ടത്തില് പല ലീലകളും ചെയ്ത് തന്റെ ഭക്തന്മാരെ സന്തോഷിപ്പിക്കുന്നു. ഭാവിയിൽ വരാനിരിക്കുന്ന ആളുകൾക്ക് ഭഗവാന്റെ അത്ഭുത ലീലകള് പാടാനായിക്കൊണ്ട്, കീർത്തിക്കാനായിക്കൊണ്ട് വേണ്ടതൊക്കെ ചെയ്യുന്നു. അങ്ങനെ ഏതിത അർത്ഥഃ, വർദ്ധിത അർത്ഥഃ, പ്രയോജനം വേണ്ടതുപോലെ സാധിക്കുന്നവനായിട്ട് എന്നർത്ഥം. റിപൂൻ ഹത്വാ റിപൂൻ, ശത്രുക്കളെ, പൂതന മുതൽക്ക് കംസപര്യന്തമുള്ള ശത്രുക്കളെയൊക്കെ ഹനിച്ചുകൊണ്ട്, പിന്നീട് കൃതോരുദാരഃ, കൃത ഉരുദാരഃ, ഉരുദാരങ്ങളെ, അനേക ഭാര്യമാരെ എന്നർത്ഥം. ദാരങ്ങൾ ഭാര്യമാരാണ്. ഉരു എന്നുള്ളത് ബഹു,
അപ്പൊ ധാരാളം ബഹുവായിട്ട് ഭാര്യമാരെ കൃതമായിട്ട്, കൃതം എന്ന് പറഞ്ഞാൽ സ്വീകൃതമായിട്ട് വിവാഹം കഴിച്ചിട്ട് പിന്നെയോ സുതശതാനി തേഷു ഉൽപാദ്യ, സുതശതാനി ഓരോ ഭാര്യമാരിലും 10 പുത്രന്മാരിലൂടെ, ഓരോ പുത്രിമാരിലൂടെയും 100 കണക്കിന് പുത്രന്മാരെ ഉൽപ്പാദിപ്പിച്ചിട്ട് സുതശതാനി തേഷു ഉൽപാദ്യ, തേഷു ഭാര്യമാരിൽ, ധാരേഷു നർത്തം ധാരങ്ങളിലെല്ലാം ധാരാളം പുത്രന്മാരെ ജനിപ്പിക്കുകയും ചെയ്തിട്ട് ആത്മനിഗമം ജനേഷു പ്രധയന്, ആത്മനിഗമം എന്ന് പറഞ്ഞാൽ തന്റെ നിഗമത്തെ, തന്റെ നിശ്ചയത്തെ, ഈ ലോകത്തെ എങ്ങനെയാണ് ഭഗവാൻ നിഗമങ്ങളിലൂടെ, വേദങ്ങളിലൂടെ നിലനിർത്തുന്നത്, ധർമ്മസംസ്ഥാപനം ചെയ്യുന്നത്, ആ വേദങ്ങളിലൂടെ ചെയ്ത കാര്യങ്ങളെ ഭഗവാൻ തന്റെ ഉപദേശങ്ങളിലൂടെ, തന്റെ ചരിത്രത്തിലൂടെ, തന്റെ പ്രവൃത്തികളിലൂടെ ജനങ്ങളിൽ, ചുറ്റുപാടുള്ളവരിലും വരാനിരിക്കുന്നവരിലും ഗീതോപദേശങ്ങളിലൂടെയും മറ്റും പ്രധയൻ പ്രസിദ്ധമാക്കിക്കൊണ്ട്, അപ്പൊ അർജുനന് കൊടുത്ത ഗീതകളും ഉദ്ധവന് കൊടുത്ത ഗീതകളും അങ്ങനെ എത്രയോ ആളുകൾക്ക് കൊടുത്ത ഉപദേശങ്ങളിലൂടെയും ആ വൈദിക ധർമ്മത്തെ സ്ഥാപിച്ചുകൊണ്ട് ആത്മനിഗമം ജനേഷു പ്രതയൻ ജനങ്ങളിൽ ഉറപ്പിച്ചുകൊണ്ട് പ്രസിദ്ധമാക്കിയിട്ട് ക്രതുബിഹി ആത്മാനം സമീജേ, ക്രതുബിഹി യാഗങ്ങളെ കൊണ്ടും, അദ്ദേഹവും ധാരാളം പൂജാദികൾ യാഗങ്ങളൊക്കെ ചെയ്ത് മാതൃക കാണിച്ചു. പക്ഷെ ആരെയാണ് പൂജിച്ചത്? ആത്മാനം സമീജെ, താൻ തന്നെ സമ്യകീജെ, നന്നായി പൂജിച്ചു. ഭഗവാന്റെ യാഗങ്ങള് മറ്റു ദേവന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. പിന്നെയോ മറ്റു ദേവന്മാരുടെ രൂപത്തിലൊക്കെ ഇരിക്കുന്നത് ആരാണ്? താൻ തന്നെയാണ്. അപ്പൊ തനിക്ക് തന്നെയാണ്, തന്നെയാണ് പൂജിക്കുന്നത്. യാഗങ്ങളിലൂടെ പൂജ ചെയ്യുന്നത്, ഹോമിക്കുന്നതൊക്കെ തനിക്ക് വേണ്ടി തന്നെയാണ്, തന്റെ തൃപ്തിക്ക് വേണ്ടി തന്നെയാണ്. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം പടസ്യ പുത്രസ്യ പുടേശയാനം. താൻ അല്ലെ, ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിഹി ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധിന. നമുക്കും പറഞ്ഞു തന്നു ഭഗവാൻ എങ്ങനെയാണ് എല്ലാം കാണുന്നത്. അതാണ് സമ്യക് ദർശനം. എല്ലാം ബ്രഹ്മം തന്നെയാണ്. ഒരു യജ്ഞത്തിൽ ഏതൊക്കെ അംഗങ്ങളുണ്ടോ എല്ലാം ഒരേ ബ്രഹ്മം തന്നെയാണ്. അതിലൂടെ സാധിക്കാനുള്ളതും ആ ബ്രഹ്മപ്രാപ്തി തന്നെയാണ്. അത് നമുക്ക് ഉപദേശിച്ചു. നിങ്ങളും എന്നെ പോലെ ആവുമെന്നാണ് ഭഗവാൻ അതിലൂടെ സൂചിപ്പിച്ചത്. നിങ്ങൾ നിങ്ങളെ തന്നെയാണ് പൂജിക്കുന്നത്. നിങ്ങളിൽ നിന്നും അന്യനായിട്ടുള്ള ഒരു ഈശ്വരനെ അല്ല പൂജിക്കുന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെയാണ് പൂജിക്കുന്നത് എന്ന് ഭഗവാന്റെ ആ ഉപദേശം. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിഹി ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധിന. അപ്പൊ ഭഗവാന്റെ ആ നിലവാരത്തിലേക്ക് നമ്മളെ ഉയർത്താനുള്ളതാണ് ഭഗവാന്റെ ലീലകളും ഉപദേശങ്ങളും. അങ്ങനെ ഭഗവാൻ യജ്ഞങ്ങളും ഒക്കെ അനേകം ചെയ്തുകൊണ്ട് തന്റെ ആ ജനങ്ങളെ സന്മാർഗത്തിൽ, ധർമ്മമാർഗത്തിൽ, മോക്ഷമാർഗത്തിൽ പ്രവർത്തിപ്പിച്ചു. ജാതോ ഗത പിതൃഗൃഹാത് വ്രജമേധിതാർത്ഥോ ഹത്വാ റിപൂൻ സുതശതാനി കൃതോരുദാരഃ ഉൽപാദ്യതേഷു പുരുഷഃ ക്രതുഭിഃ സമീജേ ആത്മാനമാത്മനിഗമം പ്രദയൻ ജനേഷു. പൃഥ്വ്യാ സ വൈ ഗുരുഭരം ക്ഷപയൻ കുരൂണാം അന്തഃസമുക്തകലിനായുധി ഭൂപചം വഹ ദൃഷ്ട്യാ വിധൂയ വിജയേ ജയമുദ്വിഘോഷ്യ പ്രോച്യോദ്ധവായ ച പരം സമഗാത് സ്വധാമാം. പൃഥ്വ്യാ സ വൈ ഗുരുഭരം ക്ഷപയൻ കുരൂണാമന്തഃസമുക്തകലിനാ യുധി ഭൂപചം വഹ ദൃഷ്ട്യാ വിധൂയ വിജയേ ജയമുദ്വിഘോഷ്യ പ്രോച്യോദ്ധവായ ച പരം സമഗാത് സ്വധാമാം. ഭഗവാന്റെ ആ ഭൂമിഭാരം തീർക്കുന്ന ദുഷ്ട നിഗ്രഹ ലീലകളെ ഒന്നുകൂടെ പറയുകയാണ്. പൃഥ്വ്യാഹ ഗുരുഭരം ക്ഷപയൻ, ആ പൃഥ്വീദേവിയുടെ, ഭൂമിദേവിയുടെ ഗുരുഭരം, ഗുരുതരമായ ഭാരം, വർദ്ധിച്ച ഭാരം, അതെങ്ങനെയാണ് ക്ഷപയനെ ക്ഷയിപ്പിക്കുന്നത്? സവൈ അവൻ തന്നെ
ആ ഭൂമിയുടെ ഭാരത്തെ ഇല്ലാതാക്കുന്നത് കുരൂണാം അന്തസ്സമുത്ത കലിന ക്ഷപയൻ എന്ന്. കുരൂണാം മധ്യേ വെച്ചാൽ കൗരവ പാണ്ഡവാനാം മധ്യേ എന്നർത്ഥമാണ്. രണ്ടു കൂട്ടരും കുരുക്കന്മാർ തന്നെയാണ്. പാണ്ഡവന്മാരും കുരുവംശജാതന്മാർ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് കുരൂണാം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ കൗരവ പാണ്ഡവയോഹോ എന്നർത്ഥം. അല്ലെങ്കിൽ കൗരവ പാണ്ഡവാനാം മധ്യേ, അവർ തമ്മില്, കൗരവന്മാരും പാണ്ഡവന്മാരും തമ്മില് അന്തസമുദ്ധ കലിന, അന്തഹ അവരുടെ ഉള്ളിൽ, അന്തഹ സമുദ്ധ കലി വർദ്ധിപ്പിച്ച കോപം. കലി എന്നത് കോപം തന്നെ, വിദ്വേഷം തന്നെയാണ്, തമോ ഗുണം തന്നെയാണ്. അപ്പൊ പരസ്പരം കോപം വർദ്ധിപ്പിച്ച്, പരസ്പരം വിദ്വേഷം വർദ്ധിപ്പിച്ച്, അവർ തമ്മിലുള്ള അന്തഛിദ്രത്തെ വർദ്ധിപ്പിച്ച്, ആഭ്യന്തര കലഹം ഉണ്ടാക്കിയിട്ട് സഹോദരന്മാരായിട്ടുള്ള അവരെ, അതാണ് അന്തസമുദ്ധ കലിന. അങ്ങനെ യുധി ഭൂപചംവഹ ദൃഷ്ട്യാ വിദൂയ. യുധി ആ യുദ്ധത്തില് ഭഗവാൻ എന്തിനാണ് സാരഥ്യം ഏറ്റെടുത്തത്? അർജുനന് നല്ലൊരു സാരഥി ആയിക്കോട്ടെ എന്ന് മാത്രമല്ല ഉദ്ദേശം. അർജുനനെ ധർമ്മയുദ്ധത്തിൽ വേണ്ട പോലെ നിർദ്ദേശം കൊടുത്ത് ദുഷ്ടന്മാരെയൊക്കെ ഏത് പ്രകാരയും നിഗ്രഹിക്കേണ്ടതാണെന്ന് ബോധ്യപ്പെടുത്താൻ മാത്രമല്ല, അല്ലെ, ഭീഷ്മദ്രോണ കർണാദികളെയൊക്കെ എങ്ങനെ നിഗ്രഹിക്കണം എന്ന് ഭഗവാൻ കൂടെ നിന്നതുകൊണ്ട് മാത്രമാണ് അർജുനൻ നിഗ്രഹിച്ചത്. ഭഗവാന്റെ സ്ഥാനത്ത് വേറെ എത്ര വലിയ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു സാരഥിയാണെങ്കിലും ഈ കാര്യം നടക്കില്ല. അർജുനൻ ഭീഷ്മരെയും ദ്രോണരെയും ഒക്കെ കാണുമ്പോ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു നിൽക്കും. ആദ്യത്തെ ദിവസം തന്നെ യുദ്ധരംഗത്ത് നിന്ന് സ്ഥലം വിട്ടിട്ടുണ്ടാവും. അപ്പൊ ഭഗവാൻ കൂടെ നിന്ന് അർജുനനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ച് ദുഷ്ടന്മാരായിട്ടുള്ള അധർമ്മത്തെ രക്ഷിക്കുന്നവരായ ഇവരെയൊക്കെ നിഗ്രഹിപ്പിച്ചത് ഭഗവാനാണ്. പക്ഷെ അത് മാത്രമല്ല ഭഗവാന്റെ ആ സാരഥ്യത്തിന്റെ ലക്ഷ്യം. പിന്നെയോ ഭഗവാൻ ആ അർജുനൻ പറഞ്ഞില്ലേ, രണ്ട് സൈന്യങ്ങളുടെയും മധ്യത്തിൽ കൊണ്ടുപോയി എന്റെ രഥത്തെ നിർത്തൂ എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ തന്റെ നോട്ടം കൊണ്ട് എല്ലാവരുടെയും ആയുസ്സിനെ ഹരിച്ചെടുത്തു എന്ന് ഭീഷ്മസ്തുതിയിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഭഗവാൻ രണ്ട് സൈന്യങ്ങളുടെയും നടുവിൽ നിന്നുകൊണ്ട് ഇവരുടെയൊക്കെ കാലമായിരിക്കുന്നു, ഇവരെയൊക്കെ പറഞ്ഞയക്കേണ്ട സമയമായിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരുടെയൊക്കെ ആയുസ് ഭഗവാൻ ഹരിച്ചെടുത്തു. ദൃഷ്ട്യാ ഹൃതവതി ഹൃതവതി പരസൈനികായുരക്ഷ്ണാ ഹൃതവതി പാർത്ഥസഖേ രതിർമമാസ്തു എന്ന് ഭീഷ്മർ പ്രാർത്ഥിക്കുന്നുണ്ട്. മറ്റുള്ള പരസൈനിക ആയുഹു അക്ഷ്ണാഹൃതവതി, അക്ഷി കൊണ്ട് ഹരിച്ചെടുത്തവനായ പാർത്ഥസഖാവിൽ എന്റെ മനസ്സുറയ്ക്കട്ടെ. അപ്പൊ അവിടെയും അത് തന്നെയാണ്. ദൃഷ്ട്യാ വിദൂയ, ദൃഷ്ട്യ തന്റെ നോട്ടം കൊണ്ട് യുധി ഭൂപചംവഹ, ഭൂപന്മാരുടെ ചമുക്കളെ, ചമു എന്നാൽ സൈന്യം, അപ്പൊ രാജാക്കന്മാരുടെ നിരകളെ യുദ്ധത്തിൽ മുൻപിൽ നിന്നുകൊണ്ട് തന്റെ ദൃഷ്ടി, കാലസ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ ദൃഷ്ടി കൊണ്ട് തന്നെ വിദൂയ നശിപ്പിച്ചിട്ട് പിന്നെന്ത് ചെയ്തു? ആ വിജയേ ജയം ഉദ്വിഘോഷ്യ. വിജയേ എന്ന് പറയുമ്പോഴോ അർജുനനിൽ എന്നാണ് അർത്ഥം. ജയം ഉദ്വിഘോഷ്യ, ജയത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഘോഷിച്ചു. ആർക്ക്? വിജയന്. കിടക്കട്ടെ, വിജയനാണ് ജയിച്ചത് എന്ന് വിജയന് ഈ ജയത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഉദ്ഘോഷിച്ചിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അവരിലൂടെയാണ്, പാണ്ഡവന്മാരിലൂടെയാണ് ധർമ്മ സംസ്ഥാപനം നടക്കേണ്ടത്. അപ്പൊ അവർക്കാണ് അതിന്റെ ക്രെഡിറ്റ് കൊടുക്കുന്നത്. പാണ്ഡവന്മാരെ ലോകം ബഹുമാനിക്കണം. അപ്പോഴേ അവരുടെ ആജ്ഞകൾ, അവരുടെ നിയമങ്ങൾ, ധർമ്മം ലോകത്തിൽ വേണ്ട പോലെ നടപ്പിൽ വരികയുള്ളൂ. അപ്പൊ ആ ക്രെഡിറ്റ് അവർക്ക് കൊടുത്താൽ മാത്രമേ അവരെ ലോകം ബഹുമാനിക്കുള്ളൂ. അതുകൊണ്ട് കൃഷ്ണൻ, ഞാൻ വെറും സാരഥി, യുദ്ധത്തിൽ ജയിച്ചവർക്ക് അർജുനനാണ്. ഈ മഹാരഥന്മാരെ, ഭീഷ്മദ്രോണ കർണാദികളെയൊക്കെ നേരിട്ടത് അർജുനനാണ്. എല്ലാ പ്രമുഖന്മാരെയും വധിച്ചത് അർജുനനാണ് എന്ന് പാണ്ഡവന്മാർക്ക് ആ ക്രെഡിറ്റ് കൊടുത്ത്, അതാണ് വിജയത്തിൽ വിജയനിൽ അർജുനനിൽ ജയം ഉദ്വിഘോഷ്യ, ജയത്തെ ഘോഷിച്ചിട്ട് പ്രോച്യ ഉദ്ധവായ പരം പ്രോച്യ,
പരം എന്ന് പറഞ്ഞാൽ പരമതത്വത്തെ, സത്യത്തെക്കുറിച്ച്. സത്യം പരം ധീമഹി. ആ പരമസത്യത്തെക്കുറിച്ച് ഉദ്ധവനായിക്കൊണ്ട് ഉപദേശിച്ചിട്ട്, ഉദ്ധവോപദേശവും ചെയ്ത് സമഗാത് സ്വധാമ, സ്വധാമ സമഗാത്, സ്വന്തം ധാമത്തിലേക്ക് ഭഗവാൻ സമ്യക് അഗാത് ഗമനം ചെയ്തു, സ്വരൂപത്തോടുകൂടി പ്രാപിച്ചു എന്നർത്ഥം. ഭഗവാൻ സ്വരൂപത്തെ പ്രാപിച്ചു, മടങ്ങിപ്പോയി. അപ്പൊ ഇവിടെ 2 ശ്ലോകങ്ങളെ കൊണ്ടാണ് 64ഉം 65ഉം ശ്ലോകങ്ങൾ എന്ന് പറയാം. ജാതോഗത പിതൃഗൃഹാത് വ്രജമേദിതാർത്ഥോ ഹത്വാരിപൂൻ സുദശദാനി കൃതോരുദാരഃ ഉൽപാദ്യതേഷു പുരുഷഃ ക്രതുഭിഃ സമീചേ ആത്മാനമാത്മനിഗമം പ്രദയഞ്ജനേഷു പൃഥ്വ്യാ സ വൈ ഗുരുഭരം ക്ഷപയൻ കുരൂണാമന്ദഃ സമുത്തകലിന യുധി ഭൂപചംവഹ ദൃഷ്ട്യാ വിധൂയ വിജയേ ജയമുദ്വിഘോഷ്യ പ്രോച്യോദ്ധവായ ച പരം സമഗാത് സ്വധാമ. ഭഗവാന്റെ ലീലകളെ മുഴുവൻ ചുരുക്കി ഇവിടെ ഉപസംഹരിച്ചു ശ്രീ ശുകബ്രഹ്മർഷി. ഭൂമിയുടെ ഭാരത്തെ കൗരവ പാണ്ഡവന്മാർ തമ്മിലുള്ള കലഹത്തിലൂടെ 18 അക്ഷൗഹിണി സൈന്യത്തെ നശിപ്പിച്ചു. അതിനു മുമ്പ് ജരാസന്ധനിലൂടെ 17 പ്രാവശ്യം 23 അക്ഷൗഹിണി സൈന്യത്തെ നശിപ്പിച്ചു. ഒരുപാട് അസുരന്മാരെ താൻ തന്നെ നേരിട്ട് കൊന്നു. ഇങ്ങനെ എല്ലാം കൊണ്ടും ഭൂമിയുടെ ഭാരത്തെ തീർത്ത് യുദ്ധരംഗത്ത് വന്നു ചേർന്ന രാജാക്കന്മാരുടെ സൈന്യങ്ങളെ എല്ലാം തന്റെ കണ്ണുകൊണ്ട് അവരുടെ ആയുസ്സിനെ അപഹരിച്ച് നശിപ്പിച്ച് പാണ്ഡവന്മാർക്ക് ജയത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ കൊടുത്ത്, അത് വിജയേ ജയം ഉദ്വിഘോഷ്യ, ഉദ്ധവായ പരം പ്രോച്യ, ഉദ്ധവനായിക്കൊണ്ട് ആ പരമതത്വത്തെ ഉപദേശിച്ചു കൊടുത്ത് സ്വധാമ സമഗാത്, സ്വധാമത്തിലേക്ക് ഭഗവാൻ മടങ്ങിപ്പോയി, സ്വധാമത്തെ പ്രവേശിച്ചു എന്ന് പറഞ്ഞ് ശ്രീ ശുകബ്രഹ്മർഷി ഭഗവാന്റെ ശ്രീകൃഷ്ണാവതാര കഥയെ ചുരുക്കി പറഞ്ഞു. ഇത് കേട്ട് ഒട്ടും സന്തോഷമില്ലാത്ത, തൃപ്തിയില്ലാത്ത പരീക്ഷിത്ത് കൂടുതൽ അറിയാനായിക്കൊണ്ട് ആകാംക്ഷയോടുകൂടി ചോദിക്കാൻ തുടങ്ങുന്നതാണ് ദശമസ്കന്ധം. അത് നമുക്ക് ചിങ്ങമാസം 1-ാം തീയതി മുതൽക്ക് കാണാം. ഇരിക്കട്ടെ, ശ്രീകൃഷ്ണ ജയന്തി ദിവസം അവതാരം വരും പോലെ നോക്കാം നമുക്ക്. ഓം ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം 9മസ്കന്ധേ സോമവംശനിരൂപണ പ്രകരണേ ശ്രീകൃഷ്ണജന്മനിരൂപണം നാമ 24തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. നമ്മള് ഇവിടം വരെ എത്തി. 9മസ്കന്ധം അവസാനം വരെ എത്തി. ഇനി ദശമം, ഏകാദശം, ദ്വാദശം 3 സ്കന്ധങ്ങളാണ് ഭാഗവതം ജ്ഞാനഗംഗയിൽ നമുക്ക് കാണാനുള്ളത്. വളരെ വിശേഷപ്പെട്ട സ്കന്ധങ്ങൾ ദശമവും ഏകാദശവും. അപ്പോ ഈ ബ്രേക്ക് വേണ്ട പോലെ വിനിയോഗിക്കുക, അവനവന്റെ ഉപാസനയ്ക്ക് ഉപയോഗിക്കുക. അതുപോലെ ഇനി വരാനിരിക്കുന്ന ദശമസ്കന്ധത്തിലേക്ക് പുതിയ ആളുകളെ ചേർക്കുക കൂടി ചെയ്യുക. ഓരോരുത്തരും അവരവരുടെ ബന്ധുക്കളോടും കൂട്ടുകാരോടും ഒക്കെ പറഞ്ഞ് ദശമസ്കന്ധം ആരംഭിക്കുമ്പോൾ കൂടുതൽ ആളുകൾ അത് ശ്രമിക്കാനുണ്ടാവട്ടെ. ഭഗവാന്റെ ശ്രീകൃഷ്ണാവതാര ലീലകൾ കേൾക്കാൻ ഒരുപാട് പേർക്ക് ഭാഗ്യം ലഭിക്കട്ടെ. അപ്പോൾ ആ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുക. ചിങ്ങമാസം 1-ാം തീയതി മുതൽ നമ്മൾ ദശമസ്കന്ധത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ പുതിയ ആളുകൾക്കും അത് കേൾക്കാം. ഭഗവാന്റെ ശ്രീകൃഷ്ണന്റെ അവതാരവും ലീലകളുമാണ്
അത് കഴിഞ്ഞ് ഭഗവാന്റെ ഏകാദശ സ്കന്ധത്തിലുള്ള ഉപദേശങ്ങൾ. അപ്പോൾ ഇനി മുതൽക്കെങ്കിലും ഇതിൽ ഈ ഗംഗയിലേക്ക് ചേരാനായിക്കൊണ്ട് ആളുകളെ പ്രേരിപ്പിക്കുക. ഇതുവരെയുള്ളതൊക്കെ അവർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ നമ്മുടെ റെക്കോർഡുകളിൽ ഉണ്ട് തന്നെ, കാണുമ്പോൾ കാണട്ടെ. അപ്പോൾ അതിനുള്ളൊരു അവസരം കൂടിയാക്കി മാറ്റുക, കൂടുതൽ കൂടുതൽ ആളുകളെ ദശമസ്കന്ധത്തിലേക്ക് കൊണ്ടുവരിക. ദശമസ്കന്ധത്തിലൂടെ ഭഗവാന്റെ ലീലകൾ കേട്ട് ഹൃദയം ശുദ്ധമാകും, ഭഗവാന്റെ ഭക്തി വർദ്ധിച്ചു വരും. അത് കഴിയുമ്പോൾ ഏകാദശ സ്കന്ധം കേൾക്കാനുള്ള അധികാരികളായി മാറും. ചിത്തശുദ്ധി കൊണ്ട് ആത്മജ്ഞാനത്തിനുള്ള അധികാരികളായി മാറും. അങ്ങനെ ഏകാദശ സ്കന്ധവും നന്നായിട്ട് ആസ്വദിക്കാനുള്ള യോഗ്യത എല്ലാവർക്കും കൈവരിക്കാം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ, ഗുരുപരമ്പര അനുഗ്രഹിക്കട്ടെ. ആയുരാരോഗ്യ സൗഖ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാവർക്കും കർക്കിടക മാസം, രാമായണ മാസം നന്നായിട്ട് രാമായണവും മറ്റ് ദേവി മാഹാത്മ്യവും എല്ലാം ആസ്വദിക്കാനുള്ള അവസരമാക്കി വിട്ടുതന്നിരിക്കുന്നു. 21-ാം തീയതി ഗുരുപൂർണിമയാണ്. അത് കാലടിയിൽ വെച്ചാണ് ഇപ്രാവശ്യം. എല്ലാവരും കാലടിയിലേക്ക് വരിക. ഭഗവാന്റെ ആദിശങ്കര ഭഗവത്പാദരുടെ ജന്മഭൂമിയായ കാലടിയിൽ പുതിയതായിട്ടെടുത്തിട്ടുള്ള ശാങ്കര ജ്യോതി എന്ന് പറയുന്ന ആ പൂർവീക ഗൃഹത്തിൽ വെച്ചാണ് നമ്മൾ ഗുരുപൂർണിമ ആഘോഷിക്കുന്നത്. അപ്പോൾ ആ ഭാഗത്തു നിന്നുള്ള സമീപ ജില്ലകളിൽ നിന്നെല്ലാം വരാൻ കഴിയുന്നവർ രാവിലെ 9 മണിയാകുമ്പോഴേക്കും കാലടിയിൽ എത്തിച്ചേരുക. 1 മണിവരെ നമുക്ക് അവിടെ ഗുരുപൂജകളും സ്തോത്രങ്ങളും അതുപോലെ ഗുരുപാദുക സ്തോത്രത്തിന്റെ വ്യാഖ്യാനവുമായിട്ട് കഴിച്ച് എല്ലാവർക്കും ഭക്ഷണം കഴിച്ച് തിരിച്ചു പോകാം. അത് വരാൻ ശ്രമിക്കുക, പരമാവധി ആളുകൾ വരാൻ ശ്രമിക്കുക. വരുന്നവർ നേരത്തെ ഒന്ന് അറിയിച്ചാൽ വളരെ നല്ലത്. ആശ്രമത്തിൽ സ്വാമി എവിടെയാണോ ഇരിക്കുന്നത് അതാണ് ആശ്രമം. വൈകുന്നേരം കോട്ടയ്ക്കകത്ത് കാണാം. പാലക്കാട്ടുകാർക്ക് കോട്ടയ്ക്കകത്തേക്ക് വരാം. അവിടെ അന്ന് 5 മണിക്ക് പറ്റിയാൽ 5 മണി മുതൽ തന്നെ നമുക്ക് ഗുരുമഹത്വം ചിന്തിച്ച് ഗുരുസ്തോത്രങ്ങളൊക്കെ ചൊല്ലി പിന്നീട് രാമായണത്തിലേക്ക് സമയമുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. അപ്പോൾ പാലക്കാട്ടുകാർക്ക് കാണാൻ വൈകുന്നേരം വരാം. കോട്ടയ്ക്കകത്ത്, പാലക്കാട് കോട്ടമൈതാനം കോട്ടയ്ക്കകത്ത് ഹനുമാൻ ക്ഷേത്രത്തിൽ പ്രഭാഷണത്തിന് നേരത്തെ എത്താം. ഒരു ചേഞ്ച് ആവട്ടെ. അടുത്ത വർഷം മറ്റാരെങ്കിലും ആചാര്യന്മാര് ശാങ്കരജ്യോതിയിലെ ഗുരുപൂർണിമ ഏറ്റെടുക്കും. നമ്മളപ്പോൾ തിരിച്ച് നമ്മുടെ പാലക്കാട് തന്നെ ആഘോഷിക്കാം. എല്ലാവർക്കും ആയുസ്സും ആരോഗ്യമൊക്കെ ഉണ്ടാവട്ടെ. എല്ലാം ഭഗവാന്റെ കയ്യിലാണ്. പാലക്കാട് ഉള്ളവർക്ക് വൈകുന്നേരം കാണാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇവിടെ നമ്മൾ രാവിലെ ഒരു പൂജയൊക്കെ അറേഞ്ച് ചെയ്യും. അത് നമ്മുടെ ഇവിടെയുള്ള രാഘവൻജി ചെയ്യും. ഹരി ഓം. അപ്പോൾ എല്ലാവർക്കും ഇന്ന് ശുഭദിനം ആശംസിക്കുന്നു. ഹരി ഓം. വൈകുന്നേരം വാൽമീകി രാമായണത്തിൽ കാണാം. നാരായണ.